ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ലളിതാ സഹസ്രനാമത്തിന്റെ നാമ അർത്ഥങ്ങളിലൂടെ പൊക്കൊണ്ടിരിക്കുന്ന നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത് ലളിതാ ത്രിപുരസുന്ദരി, മഹാത്രിപുരസുന്ദരി എന്ന് പറയുന്ന 234 നാമത്തിലാണ് നമ്മൾ നിർത്തിയത്. വളരെ വിശദമായിട്ട് ആരാണ് ത്രിപുരസുന്ദരി അല്ലേ, എല്ലാവരും ആരാധിക്കുന്ന ലളിത എന്ന് പറയുന്ന നാമത്തിന്റെ അർത്ഥം എന്താണ്, ദേവിയുടെ വിവിധ രൂപങ്ങൾ എന്താണ്, ദേവി എവിടെയൊക്കെയാണ് ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നത്, വളരെ വിശദമായിട്ട് നമ്മൾ അമ്മയെ കണ്ടു. കാരണം ലളിതാ സഹസ്രനാമത്തിന്റെ അടിസ്ഥാന ദേവതയായിരിക്കുന്ന ശ്രീചക്ര സ്വരൂപിണിയായിരിക്കുന്ന ശ്രീവിദ്യയായിരിക്കുന്ന അമ്മയെക്കുറിച്ച് അത്രയെങ്കിലും നമ്മൾ ബേസിക്കലി അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇനിയുള്ള നാമങ്ങളിൽ അമ്മയുടെ സ്ഥൂല സൂക്ഷ്മ കാരണ പര രൂപങ്ങളാണ്, പഞ്ചബ്രഹ്മ സ്വരൂപമൊക്കെ നമ്മൾ കാണാൻ പോവാണ്. അപ്പൊ എല്ലാത്തിന്റെയും ആ അടിസ്ഥാന പ്രകൃതിയായിരിക്കുന്ന ദേവിയെ, ആ ദേവിയുടെ രൂപങ്ങള് നാമങ്ങളെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത നാമത്തിലേക്ക് പോവുകയാണ്. കാരണം മഹാത്രിപുര സുന്ദരി എന്ന് കണ്ടു, നമ്മൾ മഹാകാമേശ മഹിഷി കണ്ടു. അപ്പോൾ ആരാണ് കാമേശന്റെ പട്ടമഹിഷിയായിരിക്കുന്ന മഹാത്രിപുര സുന്ദരി? ഇനി അമ്മയെ എങ്ങനെയാണ് ആരാധിക്കുന്നത്, അമ്മ എന്താണെന്നൊക്കെ ഇനി അടുത്ത പറയാൻ പോവുകയാണ്. അടുത്ത നാമം ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ, 235 നാമമാണ്. ചതു പ്ലസ് ഷഷ്ടി പ്ലസ് ഉപചാരം പ്ലസ് ആഢ്യ. ചതു എന്ന് പറഞ്ഞാൽ 4, ഷഷ്ടി എന്ന് പറഞ്ഞാൽ 60, ഉപചാരം എന്ന് പറഞ്ഞാൽ പൂജാവിധാനം, ദേവിക്കുള്ള പൂജാവിധാനം, ആഢ്യ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠയായിട്ടിരിക്കുന്നവൾ. അപ്പൊ 64 ക്രിയകൾ കൊണ്ട് പൂജിക്കപ്പെടേണ്ടവൾ. ധൂപം, ദീപം, നൈവേദ്യം, ഗീതം, വാദ്യം, ഇങ്ങനെയുള്ള 64 ഉപചാരങ്ങൾ. നമ്മുടെ അപരാജിത എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ദേവിയുടെ ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതേ നാമത്തിൽ തന്നെ ദേവിയുടെ ഭാവന ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള ചതുഷ്ഷഷ്ടി ഉപചാരങ്ങൾ, ദേവിയെ എന്താ പറയുക, സ്നാനഗൃഹത്തിൽ കയറ്റുന്നത് മുതൽ ഉപചാരങ്ങൾ കൊടുക്കുന്നത്, ദേവിക്ക് ആഭരണങ്ങൾ കൊടുക്കുന്നത്, വളരെ വിശദമായിട്ട് ഒരു എപ്പിസോഡായിട്ട് തന്നെ അത് ഇട്ടിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓരോന്നിന്റെയും ആന്തരിക അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ കൂടുതൽ അതുകൊണ്ട് വിശദമായിട്ട് പറയാൻ നിൽക്കുന്നില്ല. കാരണം അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാം. അപ്പൊ ഇത് 64 ഉപചാരങ്ങളോടുകൂടി പൂജിക്കപ്പെടുന്ന ഓരോ ഉപചാരത്തിനും ഓരോ ആന്തരിക അർത്ഥമുണ്ട്. ഒരു ഉപാസകനെ ഉപാസ്യ ദേവതയുമായിട്ട് അടുപ്പിക്കുന്നതാണ് ഉപചാരങ്ങൾ. ഉപചാരം, അടുത്തേക്ക് ചെല്ലുക. ഇപ്പൊ പൂജാവിധികൾ 64 പ്രചാരങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ പരശുരാമ കൽപ്പസൂത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതിൽ 16 മുഖ്യമായിട്ട് പറയണു, ബാക്കിയുള്ളവ എല്ലാം അംഗങ്ങളാണ്. അപ്പൊ മുഖ്യമായ 16 ഉണ്ട്. അതിന് ഷോഡശ ഉപചാരങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോ ഈ പറഞ്ഞ 64 അംഗങ്ങളും ചേർന്ന മഹാപൂജ വിധി നമ്മൾ ഗുരുമുഖത്തു നിന്ന് തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഈ ആവാഹനം, ആസനം, പാദ്യം, അർഘ്യം, ആചമനം, സ്നാനം, വസ്ത്രം, ഭൂഷണം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം, താമ്പൂലം, പ്രദക്ഷിണം, നമസ്കാരം, ഇത് 16 ഉപചാരങ്ങളാണ്. ഇതുകൊണ്ട് ത്രിപുരാംബികയെ നമ്മൾ നമസ്കരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ദേവി മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനീ ഗണസേവിതയാണ് അല്ലേ. അപ്പൊ ചതുഷ്ഷഷ്ടിയായ ആചാരങ്ങളെ കൊണ്ട് ഉപചരിക്കപ്പെടേണ്ടവളാണ്. മഹാത്രിപുര സുന്ദരിയാണ് അല്ലെ, മഹത്തായിരിക്കുന്ന ഉയർന്ന തലത്തിലുള്ള അമ്മയാണ്. അപ്പൊ ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ, ചതുഷ്ഷഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ടു 64 ഉപചാരങ്ങൾ മിനിമം. അത്രയും ഉപചാരങ്ങൾ കൊണ്ട്, പറ്റിയില്ലെങ്കിൽ 16, ഇല്ലെങ്കിൽ പഞ്ച ഉപചാരം അല്ലേ. അപ്പൊ ഈ 64 ഉപചാരങ്ങൾ കൊണ്ട് പൂജിക്കപ്പെടേണ്ട ആദ്യയായിരിക്കുന്ന ശക്തി ദേവി അല്ലെ. ഷഷ്ടി എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഒരു 8 ചേർത്ത് എഴുതുമ്പോൾ നമ്മൾ 60ആണ്. ഷഷ്ടി എന്ന് പറഞ്ഞാൽ അത് 6. അപ്പൊ നമുക്ക് പഞ്ചോപചാരം, ദശോപചാരം, ഷോഡശോപചാരം എല്ലാം തന്നെ പരിചിതമാണില്ലേ. അപ്പൊ അതിൽ 64 തരത്തിലുള്ള ആചാരങ്ങളാൽ ആരാധിക്കപ്പെടേണ്ടവളെന്ന് പറഞ്ഞാല് 64 മേലെയും താഴെയും ഒക്കെ നമുക്ക് എന്താ പറയാ ആ ഒരു ഉണ്ട്. പക്ഷെ ഇവിടെ ദേവി സ്വതന്ത്രയാണ്. അത് നമുക്കറിയാം. 64 ഉപചാരങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നതെന്ന് മാത്രം. കാരണം ക്ഷേത്രങ്ങളില് മൂർത്തികളെ 64 ആചാരങ്ങൾ കൊടുത്ത് ആരാധിക്കാറുണ്ട്. അതായത് ഉണർത്ത് പൂജ, ദിവസ പൂജ, സന്ധ്യാപൂജ, അത്താഴ പൂജ, ആ ഒരു നിദ്രാപൂജ എന്നിങ്ങനെ അതിന്റെ ക്രമം വരുന്നുണ്ട്. ഇപ്പൊ ഒരു മനുഷ്യ ശരീരവും അതിന്റെ ഉപചാരങ്ങൾ അർഹിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോ ആ ഒരു നമ്മൾ ചെയ്യുന്നുണ്ട് ഡെയിലി. ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു ആ ഉപചാരങ്ങളെല്ലാം ദേവിക്കും കൊടുക്കുന്നുണ്ട്. സൂര്യ ഉദയത്തിന് മുമ്പ് തന്നെ ഉപചാരങ്ങൾ തുടങ്ങാറുണ്ട് ക്ഷേത്രത്തില്.
മൂർത്തിയെ ഒരു മനുഷ്യ ശരീരമായിട്ട് കണ്ട് അർപ്പിക്കുന്നതാണ് ആ ആചാരങ്ങളെല്ലാം തന്നെ. കാരണം അങ്ങനെയാണ് ശരീരമാകുന്ന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശക്തിയെ നമ്മൾ പരിരക്ഷിക്കേണ്ടതെന്നർത്ഥം. കാരണം തന്ത്രശാസ്ത്രത്തെ ബേസ് ചെയ്താണ് എല്ലാ ക്ഷേത്രത്തിലും പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അല്ലെ? വിഗ്രഹ പ്രതിഷ്ഠ എല്ലാം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ശരീരത്തെ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെ ക്ഷേത്ര വിഗ്രഹത്തെ കാണണം എന്നാണ്. അതിനെ ഒന്ന് നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ ആദ്യം മൂർത്തിയെ നമ്മൾ ഉണർത്തണം. നിർമാല്യം, ആ ഒരു മംഗളാരതി, സ്തുതി, നമസ്കാരം എന്ന 5 ഉപചാരങ്ങൾ ആദ്യം ചെയ്യും. ആദ്യം ചെയ്യുന്നത് അതാണ് ക്ഷേത്രത്തില്. പിന്നെ അതിനുശേഷം ആവാഹനം, സ്വാഗതം, ആസനം തുടങ്ങിയ കർമ്മങ്ങള്, പിന്നെ പാദ്യം, അർഘ്യം, ആചമനീയം, മൂർത്തി സംസ്കാരം, സുഗന്ധതൈലം, പുഷ്പസ്നാനം, ക്ഷീരസ്നാനം, ദഹിസ്നാനം, ഘൃതാഭിഷേകം, മധുസ്നാനം, ശർക്കര സ്നാനം, ജലസ്നാനം, ഇങ്ങനെ ശുദ്ധസ്നാനം, ശുദ്ധിസ്നാനം എന്ന് പറയും. വാഗ തേച്ചുള്ള കുളി, ഇത് എല്ലാം വരും. കാരണം ഇതിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളുടെ ആ ഒരു പ്രതിഷ്ഠാ സമയത്തുള്ള ഇതനുസരിച്ച് ഏതൊക്കെ വേണമെന്ന് അവര് തന്ത്രി തീരുമാനിക്കും. പിന്നെ ആ ഒരു എന്താ പറയുക, തൂവർത്തല്, മൃദു വസ്ത്രധാരണം, ഗായത്രി ഉപവീതം, ആചമനം, കേശാലങ്കാരം, കങ്കണധാരണം, മാലാധാരണം, പട്ടുചാർത്തൽ, പുഷ്പാർച്ചന, തുളസി ദള അർച്ചന, ധൂപം, ദീപം, ദൃഷ്ടിദോഷ നിവാരണം, നൈവേദ്യം, മുഖവസം, താമ്പൂലം, ശയ്യ സമർപ്പണം, സുഗന്ധ തൈലലേപനം, കിരീടധാരണം, പുഷ്പമാലാധാരണം തുടങ്ങി 36 ഉപചാരങ്ങളുണ്ട്. അവ പ്രഭാതം വരെ, അതായത് ഒരു ദിവസം രാവിലെ തുടങ്ങി രാത്രി വരെ ഉണ്ടാവും ഈ പൂജകളെല്ലാം തന്നെ. അതിനുള്ളില് ഇതെല്ലാം നടത്തിയിരിക്കണം. പിന്നെയാണ് കണ്ണാടി ദർശനം. അപ്പൊ കണ്ണാടി ദർശന സമയത്താണ് ഭക്തർക്ക് കുറച്ച് അധിക നേരം ദർശനം കിട്ടുന്നത്. കാരണം മൂർത്തിയുടെ കണ്ണാടി എന്ന് പറയുന്നത് ആരാണ്? മനുഷ്യര് തന്നെയാണ് ഇല്ലേ? പിന്നീട് വെൺകൊറ്റ കൊട കൊടുക്കും, ചാമരം. അപ്പോ എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് ചാമരം വീശി എങ്ങനെയാണോ ഒരു മഹാരാജാവിനെ അല്ലെ മഹാരാജ്ഞിയെ ഇരുത്തുന്നത് പോലെ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ, ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു സിമ്പലായിട്ട് അത് കാണിക്കുകയെങ്കിലും ചെയ്യും. സ്തുതി ഗീതങ്ങൾ പാടും, വാദ്യം, നൃത്തം, ആരതി കാണിക്കല്, മണ്ഡപഗമനം, തിരിച്ച് സ്വസ്ഥാനത്തേക്ക് കൊണ്ടുവരല് തുടങ്ങി 8 ഉപചാരങ്ങള് മധ്യാഹ്നം വരെ ചെയ്യാറുണ്ട്. ഇതെല്ലാം ഓരോ ക്ഷേത്രത്തിലെ നിയമങ്ങളും അവിടുത്തെ പൂജ പ്രതിഷ്ഠ സമയത്തുള്ള ആചാരങ്ങൾ എന്തൊക്കെയാണോ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. പിന്നെ പാദ്യം, ആചമനം, ഭോജനങ്ങള്, കർപ്പൂര ആരതി എന്ന് 3 ഉപചാരങ്ങൾ കൊടുക്കും. മധ്യാഹ്നത്തിൽ അത് കൊടുക്കുന്ന സാധാരണ ക്ഷേത്രങ്ങളിൽ മധ്യാഹ്നത്തിലാണ്. പിന്നെ സ്തുതി, എഴുന്നള്ളിപ്പ്, നമസ്കാരം, അഷ്ടാംഗ പ്രണാമം, പുഷ്പാഞ്ജലി അർച്ചന, നിവേദ്യ ശുദ്ധി എന്നിങ്ങനെ 6 ആചാരങ്ങൾ സായാഹ്നത്തിലുണ്ടാവും. പിന്നെ അത്താഴ പൂജ, അതില് പാദപൂജ, പുഷ്പതൽപ നൈവേദ്യം, പാതക സമർപ്പണം തുടങ്ങിയവ ഉണ്ടായിരിക്കും. നിദ്രാപൂജയില് തൽപ നയനം, പാദ്യം, നിദ്ര, സേവനം എന്നിങ്ങനെ 6 ഉപചാരങ്ങളോടുകൂടി സമാപനം കുറിക്കുകയാണ്. അപ്പൊ പരശുരാമ കൽപ്പസൂത്രം പോലെയുള്ള തന്ത്രഗ്രന്ഥങ്ങളിലാണ് ഇതൊക്കെ ആ ഒരു വിസ്തരിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാല് മിക്ക ക്ഷേത്രങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പൂജകൾ ചെയ്യുന്നതെന്ന് കാണാം. കേരളത്തിന് പുറത്ത് ആന്ധ്ര, കർണാടകത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇവയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 64 യോഗിനിമാരുടെ ആചാരങ്ങളാൽ ആരാധ്യയായിട്ടിരിക്കുന്നവൾ ദേവി. അപ്പൊ മഹായാഗങ്ങളിൽ ഇങ്ങനെയുള്ള ഉപചാരങ്ങൾ ക്രമമായിട്ട് തന്നെ ആരാധിക്കപ്പെടുന്ന ദേവിയാണ്. കാരണം നമുക്ക് എന്താ മഹായാഗങ്ങളിലെല്ലാം ഇത് കമ്പൽസറി ആയിട്ട് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. അവിടെ ഓരോ യോഗിനിക്കും അർപ്പിക്കാൻ ഓരോ ഉപചാരങ്ങൾ ഉണ്ടാവും. അങ്ങനെ 64 ഉപചാരങ്ങൾ കൊണ്ട് പ്രൗഢമായിട്ട് ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. അപ്പൊ ഈ 64 യോഗിനികള് 64 തരക്കാരാണെന്ന് പറയുന്നു. പക്ഷെ അവർക്കിടയിൽ ആ ഒരു സഹിഷ്ണുതയുണ്ട്. നമ്മുടെ ദേവി 64 യോഗിനികളുടെ ഉപചാരങ്ങള് ഒരുപോലെ അവരുടെ 64 പേരും ദേവിയെ ഉപചരിച്ചുകൊണ്ട് അമ്മയെ ആരാധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ അവിടെ ദേവി നോക്കുന്നത് ആത്മാർപ്പണം മാത്രമാണ്. അതില്ലെങ്കിൽ ദേവി യാതൊന്നും സ്വീകരിക്കില്ല എന്നർത്ഥം. അപ്പൊ മനസ്സിന്റെ തടാകത്തിലെ ആത്മപുഷ്പമാണ് ദേവിക്ക് ഏറ്റവും പ്രിയങ്കരം എന്നർത്ഥം. ഭക്തമാനസ ഹംസിക, ഭക്തന്റെ ഹൃദയത്തില് ഒരു അരയന്നത്തെ പോലെ ഓടിക്കളിക്കാനാണ് അമ്മയ്ക്ക് ഇഷ്ടം അല്ലെ? ഭക്തന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വേറെ ബാഹ്യമായിട്ടൊന്നുമില്ല, ദേവി മാത്രം. ആ ഒരൊറ്റ താമര പുഷ്പം മതി ദേവിക്ക്. ആത്മാവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ശരീരത്തെ മറക്കുകയുമരുത്. ഇതാണ് ഈ പറഞ്ഞ എല്ലാ ഉപചാരങ്ങളുടെയും തത്വം. ഇവ അറിഞ്ഞാചരിക്കുമ്പോഴാണ് നമുക്ക് ദേവിയുടെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം ഉണ്ടാവുന്നത്. അപ്പൊ ദേവി ചതുഷ്ഷഷ്ടി ഉപചാരാഠ്യ. അടുത്തത് ചതുഷ്ഷഷ്ടി കലാമയി.
ഇപ്പൊ ചതുഷ്ഷഷ്ടി കലാമയി, 64 കലകൾ നിറഞ്ഞവളാണ് ദേവി എന്ന് പറയുന്നു. ഇപ്പൊ ഗീതം, വാദ്യം, നൃത്തം ഇത്യാദി 64 കലകളിലെ ജീവിതത്തിലെ മൊത്ത കർമ്മങ്ങളുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ചതുഷ്ഷഷ്ടി കലാമയി എന്ന ദേവിക്ക് പേര് വന്നത്. 64 കലകൾ അതിന്റെ രൂപമായിട്ടിരിക്കുന്നവൾ. എല്ലാ കലകളും ദേവി തന്നെയാണ്. ആ ഒരു എന്താ പറയാ, വേറൊരു തരത്തിൽ പറഞ്ഞാല് ദേവിയ അംശഭൂതങ്ങൾ ഇല്ലാത്ത കലകൾ ഒന്നും ഈ ഭൂമിയിലില്ല. കലകൾ 64 എന്ന പണ്ഡിത മതം, അവയെല്ലാം ദേവീ സ്വരൂപങ്ങൾ. അതുകൊണ്ട് ചതുഷ്ഷഷ്ടി കലാമയി എന്നുള്ള നാമം. 64 കലകള് ഏതൊക്കെയാണെന്നുള്ള കാര്യത്തില് പണ്ഡിതന്മാര് തമ്മിൽ അല്പം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും അത് സാമാന്യമായി സ്വീകരിച്ചു കാണുന്നത് ആ ഒരു ഭോജരാജ മതപ്രകാരമുള്ള 64 കലകളാണ്. അപ്പൊ അത് നമുക്ക് 64 കലകള് എല്ലാത്തിന്റെയും പേര് കുറച്ചെങ്കിലും നമുക്കൊന്ന് നോക്കാം. അതില് ഗീതം, വാദ്യം, നൃത്തം, നാട്യം, ചിത്രകർമ്മം, പുസ്തകകർമ്മം, പത്രഛേദ്യം, ലിപിജ്ഞാനം, വാചക കൗശലം, മാല്യവിധി, ഗന്ധയുക്തി, ഇങ്ങനെ തുടങ്ങി 64 കലകൾ പറയുന്നുണ്ട്. കാരണം ഇതെല്ലാം നമുക്ക് എല്ലാം വായിച്ചു കാരണം ഇത് എല്ലാ 64 കലകളും നമ്മൾ വായിച്ചു പോകുമ്പോഴത്തെ അത്രയും സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് മാത്രം പറഞ്ഞത്. കാരണം നമുക്ക് ഈ പറഞ്ഞ എന്താ പറയാ കലകളെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യേകമായിരിക്കുന്ന വാസനകളെന്ന് നമുക്ക് പറയാം. കാരണം ഇതിനകത്ത് നമുക്ക് എന്താ ദന്തവിചാരം, കാരണം ഇങ്ങനെ എന്താ പറയാ ഭൂഷണം, സാമാന്യാർത്ഥം, അങ്ങനെ എന്താ പറയാ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ 64 നമുക്ക് പരശുരാമ കൽപ്പസൂത്രത്തിൽ ഇതിനെല്ലാം കുറിച്ച് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം തന്നെ അമ്മയാണ്. ഇതിനകത്ത് യുദ്ധം വരുന്നുണ്ട്, സംസ്കാരം വരുന്നുണ്ട്, മായാകൃതം വരുന്നുണ്ട്, പാഷാണ്ഡ സമയജ്ഞാനം വരുന്നുണ്ട്, സംവാഹനം വരുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരീരശാസ്ത്രത്തിലുള്ളത് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തന്ത്രശാസ്ത്ര പ്രകാരം 64 കലകള് വേറെയുണ്ട് ഇതല്ലാതെ. ഇപ്പൊ വാമകേശ്വര തന്ത്രത്തില് ഈ കലകൾ വിവരിച്ചിട്ടുണ്ട്. അവിടെ കല എന്നതിന് അംശം എന്ന അർത്ഥമുണ്ട്. അപ്പൊ അതിന് മഹാതന്ത്ര എന്ന നാമത്തിന്റെ വ്യാഖ്യാനത്തില് 64 തന്ത്രങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഈ തന്ത്രങ്ങൾ ഓരോന്നും ഓരോ കലയാണെന്നും അങ്ങനെ ദേവി 64 കലകളുടെ രൂപമുള്ളവളാണെന്നും ഒരു പക്ഷം പറയുന്നുണ്ട്. അപ്പൊ തന്ത്രശാസ്ത്രം അനുസാരിയായിട്ടുള്ള കലാവിഭാഗം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. കാരണം അത് നമ്മൾ ശരിക്കും ഗുരുമുഖത്തു നിന്ന് തന്നെ അറിയേണ്ടതാണ്. ചതുഷ്ഷഷ്ടി കലാമയി എന്ന് പറയുമ്പോൾ ഈ ആ ചതുഷ്ഷഷ്ടി കലകളാൽ നിറഞ്ഞിരിക്കുന്ന ദേവി. ഇപ്പൊ നമ്മള് ദേവിയുടെ നിഷ്കല എന്നുള്ളൊരു നാമം ആദ്യം കണ്ടിട്ടുണ്ടല്ലേ. അതില് ദേവിയുടെ കലകളെ പരാമർശിച്ചിട്ടുണ്ട്. കലകൾ അല്ലെ. കല എന്ന് പറഞ്ഞാൽ കൽ എന്നുള്ള ധാതുവിൽ നിന്നാണ് വരുന്നത്. അപ്പൊ കലയുടെ ഉൽപ്പത്തി ഇന്ദ്രിയങ്ങളെ രസിപ്പിക്കുക, ബുദ്ധിയെ പ്രേരിപ്പിക്കുക എന്നതാണ് കലയുടെ ധർമ്മം. അപ്പൊ കല പ്രേരണയും വിദ്യാജ്ഞാനവും എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് കലയിലുള്ള വിദ്യയിലേക്ക് പോകുമ്പോൾ വിദ്യ ദൃഢവും വർണ്ണാഭവുമായിട്ട് തീരുന്നു. ഈ ലളിതാ സഹസ്രനാമം തന്നെ വളരെയധികം കലകളെ പ്രകീർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ദൈവികമായിരിക്കുന്ന അലങ്കാര സങ്കല്പങ്ങളെല്ലാം ഇതിനെ അടിസ്ഥാനമാക്കിയതാണ്. മനുഷ്യരുണ്ടാക്കിയ കല മുതല് കലകൾ നിലവിൽ വന്നിട്ടുണ്ട്, മനുഷ്യനുണ്ടായ കാലം മുതല്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരം ഭാരതത്തിലെ കലകളിലുള്ള പ്രാവീണ്യത്തെയാണ് കാണിക്കുന്നത്. കല എന്നുള്ള വാക്കിലെ ക എന്നുള്ള നാമം സരസ്വതി ദേവിയെ കുറിക്കണു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. മാ എന്നത് മഹാലക്ഷ്മി. അപ്പൊ ല എന്നതോ ലയനം. അപ്പൊ സരസ്വതി ദേവിയുടെ ലയനമാണ് കലകളെന്ന് പറയാറുണ്ട്. കായിൽ തുടങ്ങുന്നത് അതുകൊണ്ടാണ്. എല്ലാത്തിന്റെയും തുടക്കവും ഒടുക്കവും എന്തിലാണോ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അത് കല. ഇപ്പൊ ദൃശ്യകല, ശ്രവണകല, ഗന്ധകല, സ്പർശനകല, ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിനെ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ തൻ്റെ അവബോധത്തെ അഥവാ സർഗശക്തിയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള കഴിവ്, അതാണ് കലയ്ക്കുള്ളത്. അപ്പൊ സാധാരണയായിട്ട് ഒരു ദേശത്തിന്റെ സംസ്കാരവും സംസ്കൃതിയും പ്രചരിപ്പിക്കുന്നതിനാണ് കലയെ വിശേഷമായിട്ട് ഉപയോഗിക്കുന്നത് ഇല്ലേ. നമ്മൾ പറയാറുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന കല വളരെ പ്രസിദ്ധമാണ്. ഇപ്പൊ തെയ്യം വടക്കോട്ടുള്ള ഭാഗങ്ങളില്, കേരളത്തിന്റെ വടക്കൻ സംസ്ഥാനങ്ങളില് തെയ്യം പ്രാധാന്യമാണ്. കഥകളി, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളെ ആ ദേശത്തിന്റെ ആയിട്ട് ആ ഒരു പ്രാധാന്യം കൊടുത്ത് കലകളെ പറയാറുണ്ട്. കാരണം അതിന്റെ സംസ്കാരം അല്ലെങ്കിൽ സംസ്കൃതി അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് 64 കലകൾ നിലവിൽ വന്നത്. അപ്പൊ ഓരോ പ്രകൃതികൾ ആ ഒരു പ്രകൃതിയുടെ
രൂപങ്ങളായിരിക്കണം. കലകള് ഗീതം മുതലാണ് തുടങ്ങുന്നത്. അവസാനത്തെ കലയാണ് ആ ഒരു വൈതാലി വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ 64 എണ്ണത്തിന്റെ അവസാന കല. ഈ 64 എണ്ണത്തിന്റെ കൂടെ ഉപകലകൾ കൂടി ചേർത്താൽ ഏകദേശം 1000-ന് മേലെ വരും. ഇപ്പൊ കാമകലകൾ എന്ന് പ്രസിദ്ധമായതും ഈ കലകൾ തന്നെയാണ്. ഈ കലകളെല്ലാം നിറഞ്ഞിരിക്കുന്നത് ഏതൊരു ശക്തിയാണോ ആ ദേവിയാണ് ചതുഷ്ഷഷ്ടി കലാമയി. അപ്പൊ ഈ കലകളിൽ ഒരു വ്യക്തിയല്ല നിറഞ്ഞിരിക്കുന്നത്, മറിച്ച് ആ ഒരു വിശ്വപ്രകൃതിയാണ്. ഇപ്പൊ പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ കലാമയി. സ്വന്തമായിട്ട് മനോധർമ്മമുള്ളവരില് ചതുഷ്ഷഷ്ടി കലകളും നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ഏതൊരു വ്യക്തിയെ എടുത്താലും 64 കലകളിലെ പല പല കലകൾ അന്തർലീനമായിരിക്കും. അവയിൽ ചിലത് സ്വയമേ ചിലരിൽ ഉണർന്നിരിക്കും, മറ്റു ചിലരിൽ സാധന കൊണ്ട് ചില കലകൾ അതിശയകരമായിട്ട് ഉണർന്നു വന്നു എന്നും ഇരിക്കും. എല്ലാ കലകളിലും ദേവി നമ്മുടെ ആത്മാവാണ് അല്ലേ? അപ്പൊ അതിലെല്ലാ കലകളും എപ്പോഴും ഉണ്ട്. നമ്മൾ ഏതിനെയാണോ സാധന കൊണ്ട് ഉണർത്തിയെടുക്കുന്നത് അത് പെട്ടെന്ന് വളരാറുണ്ട്. അപ്പോ അതില് വളരുമ്പോഴാണ് അതില് അവര് പ്രശസ്തരായിട്ട് തീരുന്നത്. അപ്പൊ ഈ വിശ്വപ്രകൃതി എന്ന ആ ഒരു പ്രണപദത്തിലേക്ക് 64 മൂലകലകൾ ഉണ്ടെന്ന് പറയണു. ആ കലകൾ കൊണ്ടാണ് പ്രകൃതവും കാര്യമായിട്ട് സമ്മേളിച്ച് വ്യക്തികളായിട്ട് മാറിയിരിക്കുന്നത്. അവരിലും കലകൾ ഉണരുന്നത്. അപ്പോൾ തീവ്രമായ അനുഭവങ്ങളിലൂടെയാണ് പല കലകളും ജ്വലിക്കുന്നത്. അപ്പൊ തന്ത്രങ്ങളും വേദങ്ങളും എല്ലാം പറയുന്ന കലകള് ഈ മഹാശക്തിയായിരിക്കുന്ന ദേവി തന്നെയാണ്. അപ്പോ ചതുഷ്ഷഷ്ടി കലാമയി. അടുത്ത നാമം മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. ശ്രേഷ്ഠരും തീഷ്ണങ്ങളുമായിരിക്കുന്ന 64 കോടി യോഗിനികളുടെ കൂട്ടത്താൽ സേവിക്കപ്പെടുന്നവൾ. ഗണം എന്ന് പറഞ്ഞ കൂട്ടം. സപ്തമാതൃക്കളായിരിക്കുന്ന ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ചാമുണ്ട, മഹാലക്ഷ്മി അല്ലെങ്കിൽ മാഹേന്ദ്രി, ഈ ദേവിയും കൂടെ ചേർന്നാല് അഷ്ടമാതൃക്കള് അല്ലെങ്കിൽ അഷ്ടപരിവാര ശക്തികളായിട്ട് നമ്മൾ പറയപ്പെടുന്നു. ശ്രീചക്രത്തില് ത്രൈലോക്യ മോഹന ചക്രത്തിന്റെ രണ്ടാമത്തെ 3 ലൈനുള്ളതിൽ രണ്ടാമത്തെ ലൈനിൽ ഇരിക്കുന്ന അഷ്ടമാതൃക്കളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഓരോരുത്തരുടെയും കീഴില് ഉപശക്തികളായിട്ട് 8 കോടി യോഗിനിമാരുണ്ടെന്ന് പറയണു. അപ്പൊ 8 × 8 64 കോടി ഇല്ലേ? ഇവയെല്ലാം പ്രാണശക്തികളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോ ചതുഷ്ഷഷ്ടി യോഗിനി ഗണസേവിത. ഇപ്പൊ മഹതികളായിരിക്കുന്ന 64 കോടി യോഗിനിമാരാൽ സേവിക്കപ്പെടുന്നവൾ. മഹാ എന്നുള്ള ശബ്ദത്തിന് 9 എന്ന അർത്ഥം ഉണ്ട്. ഇപ്പൊ ദേവിയുടെ ആസ്ഥാനത്തെ ചുറ്റിയുള്ള നവാവരണത്തിലെ ഓരോ ചക്രത്തിലും നമുക്കറിയാം, ലളിതോപാഖ്യാനത്തിലെ ശ്രീപുര വർണ്ണന നമ്മൾ കേട്ടിട്ടുണ്ട്. ഇല്ലേ തന്നെ നമ്മുടെ ഈ ഒരു അപരാജിതം ചാനലില് ശ്രീപുരത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇല്ലേ? മണിദ്വീപ യാത്രയിൽ പറയുന്നുണ്ട്. യോഗിനിമാര് എല്ലാ ആവരണങ്ങളിലും യോഗിനിമാര് സേവിച്ച് നിൽക്കുകയാണ് ദേവിയെ. അപ്പൊ ഈ അഷ്ടമാതൃക്കള് മഹാലക്ഷ്മി വരെയുള്ള, അതായത് ബ്രാഹ്മി മുതൽ മഹാലക്ഷ്മി വരെയുള്ള അഷ്ടശക്തികൾ ദേവിയെ പരിചരിക്കുന്നു. അവരിൽ ഓരോരുത്തരും 8 യോഗിനിമാരാണ്. അപ്പൊ അവരുടെ ഓരോരുത്തരുടെ അംശഭൂതങ്ങളായിട്ട് നമ്മളിപ്പോ കണ്ടു ഓരോ കോടി യോഗിനിമാര്. അപ്പൊ ആ മഹാഗണങ്ങളാൽ സേവിക്കപ്പെടുന്നവളെന്ന് ആ അർത്ഥത്തിലാണ് ദേവിക്ക് ലളിതാ ചക്ര നവകെ പ്രത്യക്ഷം ശക്തയ പ്രിയ ചതുഷ്ഷഷ്ടി മിത കോഡ്യ എന്ന് തന്ത്രരാജൻ പറയുന്നത്. കാരണം ചതുഷ്ഷഷ്ടി കോടി യോഗിനികൾ അങ്ങനെയാ വരുന്നത്. മനുഷ്യ മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന ആ കാമനകളാണ് 64 കോടി യോഗിനികൾ എന്ന് വ്യാഖ്യാനമുണ്ട്. ആ കാമനകള് പരാശക്തിയുടെ സേവകരായിട്ട് ആ ഒരു പരിക്രമവർത്തികളായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പോ ആ ഒരു സ്വാത്മാനത്തിൽ തന്നെയാണ് കലകൾ നിൽക്കുന്നത്. ആ സ്ഥിതിയാണത്. കൈവല്യം കാമനകൾക്ക് ചിച്ഛക്തി സ്ഫുരണമായിരിക്കുന്ന ജീവശക്തിക്ക് കീഴ്വഴങ്ങി സ്ഥിതി ചെയ്യണമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് പരിസേവിത. ദേവി അവര് സേവിച്ച് നിൽക്കുന്നു എന്ന് പറയാൻ കാരണം. അപ്പോ ചതുഷ്ഷഷ്ടി കോടി യോഗിനികളാൽ സേവിക്കപ്പെടുന്ന ദേവി ഇല്ലേ? അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കാം നമുക്കില്ലേ, ഈ ശ്രീചക്രം എന്ന് പറയുന്ന ഈ പ്രപഞ്ചമായിരിക്കുന്ന ശ്രീചക്രം, അവിടെ ചതുഷ്ഷഷ്ടി കോടി യോഗിനികളാൽ സേവിക്കപ്പെടുന്ന ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞിയായിരിക്കുന്ന അമ്മ. അപ്പൊ ഈ 64 യോഗിനി ഗണങ്ങളാൽ സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അല്ലേ? അപ്പൊ ആ ദേവി തിരിച്ചും ശരിക്കും അവരുടെ ദേവിയാണ്. അവരിങ്ങനെ സദാ ദേവിയെ പരിചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സകലമാനം ജീവജാലങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളും എല്ലാം അതിനകത്ത്
പങ്ക് ഉള്ളവരാണ്. കാരണം അത്രയും മഹത്തുക്കളാൽ സേവിതയായിരിക്കുന്ന ദേവി തങ്ങളുടെ ശരീരത്തെ അറിഞ്ഞവരും അങ്ങനെ മാനിക്കുന്നവരുമാണെന്നർത്ഥം. അപ്പൊ കലകളെ വിട്ട് ഈ ഭൂമിയിൽ ഒരു ജീവികളും ഇല്ല. അപ്പോ കലകളെ സംബന്ധിച്ച് 2 ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ശൈവശാസ്ത്രം, ഒന്ന് കാമസൂത്രം. ഇവയെല്ലാം തന്നെ പ്രകൃതിയും ജീവനും ഉണ്ടായിരിക്കുന്ന അതിന്റെ അണുവാണ് കല എന്ന് പറയുന്നത്. ഇപ്പൊ മൂലകലകൾ നമ്മൾ കണ്ടു 64 എണ്ണം ഉണ്ട്. ആ കലകളുടെ പരിണാമമാണ് ഈ പ്രകൃതിയിൽ കാണുന്ന ജനജീവിത മര ജനനം, ജീവിതം, മരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. ഒരു ചക്രം പോലെ ഇത് സദാ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇല്ലേ? ജനനം വരുന്നു, മരണം, ജീവിച്ചിരിക്കുന്നു, അത് കഴിഞ്ഞ് മരണചക്രത്തിലേക്ക് പോകുന്നു, വീണ്ടും ജനനം. അപ്പോ ഈ 64 തരത്തിലുള്ള യോഗിനിമാരാണ് ഇത് നിയന്ത്രിക്കുന്നതെന്ന് പറയണു. മഹത്തായ ഒരു യാഗക്രമാരാധ്യയാണെന്ന് നമ്മൾ കണ്ടു. കാരണം ഇതിൽ അഷ്ടമാതൃക്കളെയും അതിനോടനുബന്ധിച്ച് 8x8 64 യോഗിനിമാരെയും കണ്ടിരുന്നു അല്ലേ? ബ്രാഹ്മി, കൗമാരി, വൈഷ്ണവി തുടങ്ങിയവര്. പിന്നെ നമ്മൾ ബഹുരൂപ, യമുന, ശാന്ത, വാരുണി, താര തുടങ്ങി അഘോര, ഭദ്രകാളി വരെ വേറെയും ദേവതകളുണ്ട്. 56 യോഗിനിമാരല്ലാതെ ഉണ്ട്. 8 അഷ്ടമാതൃക്കൾ ചേരുമ്പോഴാണ് നമ്മൾ ഈ 64 യോഗിനിമാരാവുന്നത്. പല പുരാണങ്ങളിലും പല പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഇതിനും കാരണമുണ്ട്. ഇതിൽ ഓരോ യോഗിനികൾക്കും ഓരോ കോടി യോഗിനിമാരാണ് സഹായികളായിട്ടിരിക്കുന്നത്. അങ്ങനെ 64 കോടി യോഗിനികളില് ഇതിൽ കൂടിയവരും കുറഞ്ഞതും ഒന്നുമില്ല. ഒരു വൃത്തത്തിന്റെ ചുറ്റുമുള്ളതുപോലെ ശ്രീമാത എന്ന് പറയുന്ന ബിന്ദുവിന് ചുറ്റുന്ന ശക്തികളാണ് ഇവര്. ഇത് പരസ്പര പൂരകങ്ങളും കാലത്തെയും ജീവനെയും ചരാചരങ്ങളെയും എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രപഞ്ച ചലനമായിട്ട് വർത്തിക്കുന്നവരുമാണ്. അപ്പൊ യോഗിനിമാരെ കുറിച്ചുള്ള ഒരു കഥയുണ്ട്. കാരണം കൗശികി ദേവിയുമായിട്ട് ശുംഭ നിശുംഭ യുദ്ധ സമയത്താണ് യോഗിനിമാരുടെ പിറവി എന്നൊരു മതം. കാരണം അഷ്ടമാതൃക്കളിൽ നിന്നും ആ സപ്ത യോഗിനിമാർ വീതം 56ഉം പിന്നെ രക്തബീജനുമായിട്ടുള്ള യുദ്ധത്തില് ഓരോ യോഗിനിമാരിൽ നിന്നും പിറവിയെടുക്കുന്ന 64 കോടി യോഗിനിമാരും എന്ന് പറയുന്നുണ്ട്. ഇതില് യോഗിനി ഹൃദയത്തിൽ പറയുന്നതാണിത്. ഇപ്പൊ ദേവിയെ അപഹരിക്കാൻ വന്ന മഹാഘോരൻ എന്ന ഒരു രാക്ഷസനോട് അടരാടുന്ന സന്ദർഭമാണ്. അവിടെ ആ സമയത്ത് ദേവിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞവരാണ് ഈ 64 പ്രകാരത്തിലുള്ള യോഗിനിമാരെന്നും അവർ എല്ലാവരും ചേർന്നാണ് ശിവൻ ഉണ്ടാക്കിയ ആ രാക്ഷസനെ നശിപ്പിച്ചതെന്നും പരാമർശമുണ്ട്. ഇവിടെ നമ്മുടെ ഋഷിമുനിമാര് അവരുടെ ഭക്തിയും തപസ്സും സമർപ്പണവും കൊണ്ട് കണ്ടെത്തിയതാണ് ഈ കലകളും യോഗിനിമാരും എല്ലാം തന്നെ. അവരുടെ സാധന കൊണ്ട് അവർ എന്തൊക്കെ നിരൂപിച്ചോ അതെല്ലാം അവര് ദൃശ്യരൂപത്തിൽ കണ്ടെത്തിയതെല്ലാം ലോകത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാസ്കരരായർ എന്ന് പറയുന്ന മഹായോഗി ഇല്ലേ, ദേവിയെ നേരിട്ട് കണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സൗഭാഗ്യ ഭാസ്കരം എന്ന് പറയുന്ന ഗ്രന്ഥത്തില് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഈ 64 കോടി യോഗിനിമാർ ഉണ്ടോ എന്നൊക്കെ ചില പണ്ഡിതന്മാർ അദ്ദേഹത്തിനെ കളിയാക്കിയെന്നും സത്യമാണെങ്കിൽ 64 കോടി യോഗിനികളുടെ നാമം പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എല്ലാവരുടെയും പേരുകൾ തന്റെ സ്മൃതിയിൽ ഇല്ലാത്തത് കാരണം എല്ലാവരെയും ആകാശത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കാശിയിൽ വെച്ച് നമ്മളത് കേട്ടിട്ടുണ്ട് ആ കഥ. ഒരു തർക്കത്തില് വന്നു. അപ്പൊ അദ്ദേഹം എല്ലാ യോഗിനിമാരെയും എണ്ണിയാൽ ഒടുങ്ങാത്ത യോഗിനിമാർ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാ പറയുന്നത്. അപ്പോ ഒരു ഭക്തന്റെ നിർമ്മലമായ സാധന അദ്ദേഹത്തെ എവിടെയാണ് എത്തിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. എല്ലാ യോഗിനിമാരുടെ ഏകദേശം 1000 യോഗിനിമാരുടെ പേര്, യന്ത്രം, മന്ത്രം എല്ലാം പറഞ്ഞപ്പോ തന്നെ ഈ വെല്ലുവിളിച്ചവർ തളർന്നുപോയി. കാരണം ഭാസ്കരരായർ ഓരോന്നും തന്റെ ചെവിയില് ദേവി കർണപുടത്തില് പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ യോഗിനിമാരുടെയും പേരുകൾ. അപ്പൊ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അസാധ്യമായ ഒന്നും ദേവി ഭക്തിയിൽ ഇല്ല എന്നർത്ഥം. കാരണം ഇവിടെ എല്ലാം ദേവിയാണ്. അമ്മയ്ക്ക് അനേകമാക്കി തീർക്കാൻ സാധിക്കുന്ന മഹാശക്തിയാണ് അമ്മ ഇല്ലേ? അങ്ങനെ മഹതികളും യോഗിനിമാരുമായിട്ടുള്ള 64 കോടി യോഗിനിമാരാൽ സേവിക്കപ്പെടുന്ന മഹാശക്തിയാണ് ദേവി. നാട്യശാസ്ത്രത്തിൽ 64 കലകളും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അത് ആ ഒരു ദൈവദത്തമായിരിക്കുന്ന കല എന്ന് നമ്മൾ പറയണത്. ഭരതമുനി പറയുന്ന ജ്ഞാനമോ വിദ്യയോ കലയോ ഭോഗമോ കർമ്മമോ ഒന്നും നാട്യശാസ്ത്രത്തിൽ പറയാത്തതായിട്ടില്ല. അതുകൊണ്ട് തന്നെ നാട്യകല ദേവിമാരുടെ ആ ഒരു ദേവിമാർ കൂടെ ആരാധിക്കുന്നത് ദേവിയാണ്. അപ്പൊ നാട്യകലാകാരന്മാർ ആരാധിക്കുന്നത് ഈ ശക്തിയാണ്. സാധാരണക്കാരും ഈ ശക്തിയെ തന്നെയാണ് ആരാധിക്കുന്നത്. തങ്ങളിലെ ജീവന കല തനിക്കും ഈ കലകളുണ്ട് എന്നൊരു സ്മരണയായിരിക്കണം ആ ശക്തി ആരാധന എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് ദേവിയുടെ ഉപാസനാ മാർഗങ്ങളിലോട്ട് പ്രവേശിക്കുകയാണ്. ആരൊക്കെയാണ്
അമ്മയെ ഉപാസിച്ചത് ഇല്ലേ? അതൊക്കെ നോക്കാൻ പോണ മനുവിദ്യ, ചന്ദ്രവിദ്യ, ചന്ദ്രമണ്ഡല മധ്യക, ചാരുരൂപ, ചാരുഹാസ, ചാരുചന്ദ്ര കലാധര. അപ്പൊ ആദ്യം പറയുന്നു മനുവിദ്യ, 238 നാമം. അപ്പോ മനുവിദ്യ എന്ന് പറഞ്ഞാല് മനു എന്ന് പറയുന്ന മഹർഷി നിർദ്ദേശിച്ച ഉപാസനാ സമ്പ്രദായം, മനുവിദ്യയിൽ നിറഞ്ഞവൾ. അടുത്തത് ചന്ദ്രവിദ്യയാണ്. ഇതെല്ലാം ചേർന്ന് വരുന്ന, ഇത് രണ്ടും ചേർന്ന് വരും. അപ്പോ മനുവിദ്യ എന്ന് പറഞ്ഞാല് മനുവിനാൽ ഉപാസിതയായ വിദ്യാരൂപിണിയായിരിക്കുന്ന ദേവി. ഇപ്പൊ മനു, ചന്ദ്രൻ, കുബേരൻ, ലോപാമുദ്ര, മന്മഥൻ, അഗസ്ത്യൻ, അഗ്നി, സൂര്യൻ, ഇന്ദ്രൻ, സ്കന്ദൻ, ശിവൻ, ക്രോധഭട്ടാരകൻ. ക്രോധഭട്ടാരകൻ എന്ന് പറഞ്ഞാൽ ദുർവാസാവ് മഹർഷി. ഈ യുഗത്തിന്റെ ഇപ്പോഴത്തെ അദ്ദേഹമാണ് ഈ എന്താ പറയുക ഇതിന്റെ ഈ യുഗത്തിന്റെ ഭരിക്കുന്ന ആള്. ഇങ്ങനെ 12 പേരാണ് ശ്രീവിദ്യ ഉപാസന രീതികൾ നിർമ്മിച്ചതെന്ന് പറയണു. ഇവരെയാണ് നമ്മൾ 12 ഗുരു സമ്പ്രദായങ്ങൾ. ഇവരുടെയാണ് കാദിവിദ്യ, ഹാദിവിദ്യ, സാദിവിദ്യ തുടങ്ങിയ ഇവരുടെ എല്ലാം ഓരോരുത്തരും ഉണ്ടാക്കിയ ഓരോ ശ്രീവിദ്യ മാർഗം അല്ലെങ്കിൽ വഴി. ചന്ദ്രവിദ്യ, ചന്ദ്രൻ ഉണ്ടാക്കിയത് ചന്ദ്രവിദ്യ എന്നറിയപ്പെടുന്നു. ലോപാമുദ്രയുടേത് എന്താ പറയാ ഹാദിവിദ്യ, മന്മഥന്റേത് ഇപ്പൊ കകാരം തുടങ്ങുന്ന വിദ്യ ശ്രീവിദ്യ. മാർഗത്തിലെ പല പല എന്താ പറയാ സമ്പ്രദായങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ അവരെ പിന്തുടർന്നാണ് ശ്രീവിദ്യ പൂജ 12 തരത്തിലുണ്ടെന്ന് പറയാൻ കാരണം. അങ്ങനെ മനു നിർമ്മിച്ച ശ്രീവിദ്യ ആ ഒരു ശ്രീവിദ്യ പ്രസ്ഥാനത്തില് പ്രധാന ദേവതയായിട്ട് ഇരിക്കുന്നവൾ. അപ്പോ മനുശ്ചന്ദ്ര കുബേരശ്ച ലോപാമുദ്രശ്ച മന്മഥ അഗസ്ത്യരഗ്നി സൂര്യശ്ച ഇന്ദ്രസ്കന്ദ ശിവസ്തത ക്രോധഭട്ടാരകോ ദേവ്യ ദ്വാദശ ഉപാസക എന്നാണ് പറയുന്നത്. മനു എന്നുള്ള പദത്തിന് മന്ത്രം എന്നും നമുക്ക് അർത്ഥം എടുക്കാം. അപ്പൊ ഈ പക്ഷത്തില് തന്ത്രവിദ്യ ദേവി തന്നെയാണ്. എല്ലാ മന്ത്രങ്ങളും ദേവീ സ്വരൂപങ്ങളാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോ മനു എന്നുള്ള ആ ഒരു അദ്ദേഹം കണ്ടെത്തിയ വിദ്യ, ഇപ്പൊ മനുവിന്റെ വിദ്യ, അതായത് മനു ദേവിയെ എങ്ങനെയാണോ ആ തന്റെ ഉപാസന മാർഗമായിട്ടിരിക്കുന്ന മനുവിദ്യ എന്ന് പറഞ്ഞ ടെക്നിക്ക് എന്നാണ് അർത്ഥം. ഇപ്പൊ മനു എന്നാൽ ബുദ്ധിയുള്ള, അറിവുള്ള, ചിന്തിക്കുന്നതെന്നും നമുക്ക് അർത്ഥം എടുക്കാം. ഇപ്പൊ മനുഷ്യരാശി, മന്ത്രം, പ്രാർത്ഥന ഇതൊക്കെ നമുക്ക് അർത്ഥം എടുക്കാം. മനു എന്നുള്ള വാക്കിന് മനുഷ്യൻ പ്രപഞ്ച ശക്തികളെ കുറിച്ച് അറിവ് കൊടുക്കുന്ന ശക്തി. ബുദ്ധി കൊണ്ട് വിദ്യയായിട്ടിരിക്കുന്നവളും ചിന്തകളിലൂടെ കരസ്ഥമാക്കപ്പെടേണ്ടവളുമാണ് ദേവി. 64 യോഗിനികളാൽ സേവിക്കപ്പെടുന്ന ദേവി സാധകന്റെ ചിന്തകളിലൂടെയാണ് ആ ഒരു വിദ്യാമാനമായിട്ട് ഇരിക്കുന്നത്. ഈ നാമം പറയുന്നത് അതാണ് അല്ലേ? മനുഷ്യന് 15 തരത്തിലാണ് ശക്തിയെ സമീപിക്കാൻ സാധിക്കുന്നത്. ബുദ്ധി, പ്രാപ്തി, ഋദ്ധി, ക്ഷമ, സഹനം, സിദ്ധി, പ്രേമം, പാലനം, തീഷ്ണത, പുണ്യം, ജ്ഞാനം, പ്രവാഹം, ബ്രഹ്മം, വ്യവസ്ഥകള്, ധർമ്മം. ഇതാണ് അവ. ഈ 15 ശക്തികളും ശ്രീവിദ്യാ മന്ത്രത്തിന്റെ 15 അക്ഷര ദേവതകളായിട്ടിരിക്കുന്ന പണ്ഡിതന്മാര് പറയാറുണ്ട്. ഇവയെല്ലാം ഓരോ ദേവതകളുടെ പേരുമായിട്ട് ചേർന്ന് വരുന്നുമുണ്ട്. അപ്പൊ മനു, ചന്ദ്രൻ, കുബേരൻ, അഗസ്ത്യൻ തുടങ്ങി 12 നാമങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ ആ ശിവൻ, ദുർവാസാവ്, യമധർമ്മൻ ഈ നാമങ്ങളിലൂടെ ഈ വിദ്യയെ ഈ 12 പേരും 12 തരത്തില് ദേവിയെ ഉപാസിച്ച് സാക്ഷാത്കരിച്ചവരാണ്. അപ്പൊ മനുവിദ്യ, ചന്ദ്രവിദ്യ, കുബേരവിദ്യ, അഗസ്ത്യവിദ്യ, ലോപാമുദ്ര വിദ്യ, മന്മഥ വിദ്യ, ഇങ്ങനെയാണ് ഈ വിദ്യകളുടെ നാമങ്ങൾ പോകുന്നത്. ഈ വിദ്യകളെല്ലാം തന്നെ സഹസ്രനാമത്തിൽ പ്രതിപാദിക്കുന്നുമുണ്ട്. ഇനി മനുവിദ്യയിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ജ്ഞാനവും മേധാശക്തിയും കൊണ്ട് അറിയേണ്ടുന്ന വിദ്യയാണ് ഇതെന്ന് പറയണു. മനുഷ്യരാശിക്കുള്ള മൊത്തം വിദ്യയാണിത്. അപ്പോ ഈ ഏറ്റവും ആ ഒരു പ്രധാനപ്പെട്ട മാർഗവും ലക്ഷ്യവും ഒന്നാകാൻ മനുഷ്യന് കിട്ടിയിരിക്കുന്നത് എന്താണ്? ശരീരം എന്ന് പറയുന്ന അവന്റെ ഉപാധിയാണ് അല്ലേ? ശരീരമാണ് അവന്റെ ശക്തി. ഇപ്പൊ ശക്തി ഇല്ലെങ്കിൽ അത് അനങ്ങാൻ പോലും സാധ്യമല്ല. അങ്ങനെ അതിന് ആഹാരം കൊടുത്ത് അതിനുള്ളിലിരിക്കുന്ന ശക്തിയെയാണ് സാധകൻ ആരാധിക്കുന്നത് ഇല്ലേ? അപ്പൊ ആരോഗ്യമുള്ള ശരീരമാണ് ആരോഗ്യമുള്ള മനസ്സിന്റെ ഇരിപ്പിടം. സത്ചിന്ത, സത്പ്രവർത്തി, സത്കർമ്മങ്ങള് ഇവയെല്ലാം കൊണ്ട് ശരീരത്തെ പോഷിപ്പിക്കണം. ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം ഭക്ഷിക്കുക, ആവശ്യമില്ലാത്തതൊന്നും വായിലൂടെ, കണ്ണിലൂടെ, ചെവിയിലൂടെ അല്ലെ പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ഒന്നും അകത്തേക്ക് പ്രവേശിപ്പിക്കരുത്. മനസ്സ് മലിനമാക്കാതെ ശുദ്ധമായിട്ട് സൂക്ഷിക്കണം. കാരണം എന്താ? മനസ്സാകുന്ന ശ്രീപുരം എന്ന് പറയുന്ന ശ്രീപുരം
അവിടുത്തെ ചിന്താമണി ഗ്രഹത്തിൽ പഞ്ചബ്രഹ്മാസന സ്ഥിതിയായിട്ട് അമ്മ ഇരിക്കുകയാണ്. അവിടെ നമുക്ക് എങ്ങനെയാണോ പൂജാമുറി ശുദ്ധമായി കഴുകി തുടച്ചു വെക്കുന്നത്, നമ്മുടെ ശരീരം കുളിച്ച് ശുദ്ധമാക്കി വെക്കുന്നത്, അതുപോലെ ദേവി ഇരിക്കുന്ന മനസ്സെന്ന് പറയുന്നത് കാമക്രോധമാകുന്ന 6 ഷഡൂർമികൾ കേറാതെ വൃത്തിയായിട്ട് ദിവസവും ദേവിയുടെ മന്ത്രം കൊണ്ട് ജലം തളിച്ച് ശുദ്ധമാക്കി വെക്കണം നമ്മളല്ലേ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും തന്നെ ആദ്യ ഗുരു അല്ലേ, കാരണം ഈ വിദ്യ മനുഷ്യന് പകർന്നു കൊടുത്തത് സ്വയംഭൂ മനുവാണെന്ന് പറയണു. അദ്ദേഹം ജഗദംബിയെ ഉപാസിച്ചത് അത് മന്വന്തര അധിപനാകാനല്ല, മറിച്ച് പരോപകാരാർത്ഥമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ മഹാവിദ്യയുടെ ഉപാസകനായിരുന്നു അഥർവണ മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ദധീചി മഹർഷി. മനുവിൽ നിന്ന് ലഭിച്ച ഈ വിദ്യ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം ഉരുക്കു തുല്യമായിട്ട് തീർന്നുവെന്നും അങ്ങനെയുള്ള അദ്ദേഹം ശിവാനുഗ്രഹത്തിന് പാത്രമായി എന്നും പറയുന്നു. അപ്പൊ ശരീരം ഉണ്ടെങ്കിലേ അത് എന്താ പറയാ, ആത്മാവും ശരീരം നന്നായിട്ടിരുന്നെങ്കിൽ മാത്രമേ ആത്മാവും തൃപ്തമായിട്ടിരിക്കുള്ളൂ ഇല്ലേ. ഈ വിദ്യ കൊണ്ട് തന്നെ ഉരുക്കിന് തുല്യമായി തീർന്ന ആളാണ് ദധീചി മഹർഷി. ഇപ്പൊ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും ശരീരത്തെ നിലനിർത്തുക എന്നത് ചെറിയ കാര്യമല്ല. കഠിനമായ സാധനകളും നിഷ്ഠകളും അതിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യ അഭ്യസിക്കാൻ അശ്വിനി ദേവതകള് ദധീചി മഹർഷിയാണ് സമീപിച്ചതെന്നും പറയുന്നുണ്ട്. പക്ഷെ അത് ഇന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല. ഇന്ദ്രന്റെ വിദ്യ കൊണ്ട് തന്നെ ദേവിയെ ആരാധിക്കണമെന്നായിരുന്നു ഇന്ദ്രന്റെ നിർദ്ദേശം. അതിനായിട്ട് ആർജിത പുണ്യം വേണം. അതില്ലാതിരുന്ന അശ്വിനി ദേവതകൾ ഇന്ദ്രൻ അറിയാതെ ദധീചി മഹർഷിയെ സമീപിക്കുകയും മനുവിദ്യ ആർക്കെങ്കിലും ഉപദേശിച്ചാല് അവരുടെ തലയെടുക്കുമെന്നായിരുന്നു ഇന്ദ്രന്റെ ശപഥം. ദധീചി മഹർഷി യാതൊരു ഭയവുമില്ലാതെ മനുവിദ്യ പകർന്നു കൊടുക്കാൻ തയ്യാറായി. കാരണം അദ്ദേഹത്തിന്റെ ആ ത്യാഗത്തിൽ അത്യധികം സന്തോഷിച്ച ആ ദേവവൈദ്യന്മാര് മഹർഷിയെ നമസ്കരിച്ചു. പ്രതിവിധിയായിട്ട് വിദ്യ ഉപദേശിക്കുന്ന സമയത്ത് ഒരു കുതിര തലയെടുത്ത് മഹർഷിക്ക് വച്ചു പിടിപ്പിച്ചു. ശേഷം ഇന്ദ്രന്റെ ആ ഒരു ശബ്ദം പൂർത്തീകരിച്ചു കഴിഞ്ഞ് മഹർഷിയുടെ യഥാർത്ഥ തല വച്ചു പിടിപ്പിക്കുകയും ചെയ്തു. അശ്വിനി ദേവന്മാർക്കെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അവര് ദേവഭിഷഗ്വരരാണ്. ഈ ദധീചി മഹർഷിയാണ് അവസാനം തന്റെ അസ്ഥി ദേവേന്ദ്രന് വജ്രായുധം ഉണ്ടാക്കാൻ കൊടുത്തത്. ഇപ്പൊ വജ്രണി എന്ന നാമം ദേവിയുടെ യോഗിനിയുടെ പേരാണ്, വജ്രണി അല്ലെ. ആ വജ്രം എന്ന് പറയുന്ന നദിയുടെ ആ തീരത്ത് വസിക്കുന്ന ദേവിയാണ് വജ്രണി. നമ്മള് മണിദ്വീപ യാത്രയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അശ്വത്തിന്റെ ശിരസ് ഉചിതമായ ലക്ഷ്യത്തിന്റെയും മാർഗത്തെയുമാണ് കാണിക്കുന്നത്. ഭൗതികതയിലുള്ള മന്ത്രമാണ് ആ ദേവി. ഇപ്പൊ മന്ത്രം എന്നാല് പതുക്കെയുള്ള സംസാരം എന്നും അർത്ഥമുണ്ട്. മന്ത്രിക്കുക, ഒച്ച ഇല്ലാതെ, വികാരങ്ങൾക്ക് അടിമപ്പെടാതെ സാവധാനമുള്ള സംഭാഷണം. ഇതാണ് നമ്മള് ബന്ധങ്ങളെ നിലനിർത്തുന്നതെന്നും ഒരർത്ഥമുണ്ട്. അപ്പോ മനുവിദ്യ, അടുത്തത് ചന്ദ്രവിദ്യ, ചന്ദ്രനാൽ ഉപദേശിക്കപ്പെട്ട ശ്രീവിദ്യാ സ്വരൂപമായിട്ടുള്ളവൾ. അപ്പൊ നമ്മള് 12 ഗുരുക്കന്മാരെ കണ്ടു, ശ്രീവിദ്യാ ഗുരുക്കന്മാര്. അപ്പൊ ഈ ഒരു സഹസ്രാക്ഷര വിദ്യാമന്ത്രം, അതായത് ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട്. കാരണം ചന്ദ്രവിദ്യ ആ മുൻനാമത്തിലെ വ്യാഖ്യാനത്തിൽ നിന്ന് ശ്രീവിദ്യ ഉപാസകരുടെ പേരുകൾക്ക് അല്പം വ്യത്യാസം കാണുന്നുണ്ട്. പക്ഷെ ചന്ദ്രൻ എന്ന് പറയുന്നത് രണ്ട് എന്താ പറയാ, 2 രീതിയിലും പറയുന്നുണ്ട്. ചന്ദ്രൻ എന്തായാലും ദേവിയുടെ ഒരു ഉപാസകനായിരുന്നു. ചന്ദ്ര മഹർഷി നിർദ്ദേശിച്ച ഒരു ഉപാസന വഴിയിൽ നിറഞ്ഞവൾ ചന്ദ്രവിദ്യ. അങ്ങനെ ശ്രീവിദ്യ ഉപാസന രീതികൾ പ്രധാനമായിട്ട് ഇപ്പൊ 10 പറയപ്പെടുന്നുണ്ട്. ഇവയാണ് നമ്മൾ ദശമഹാവിദ്യകൾ എന്ന് പറയുന്നത്. കാരണം അവയെ ഉപദേശിച്ച ഋഷിമാര് കുബേരൻ, അഗസ്ത്യൻ, ലോപാമുദ്ര, മന്മഥൻ, അഗ്നി, സൂര്യൻ, ഇന്ദ്രൻ, സ്കന്ദൻ, ശിവൻ, ക്രോധഭട്ടാരകൻ. മനുവിദ്യയും ചന്ദ്രവിദ്യയും കൂടിയാവുമ്പോൾ 12 മഹാവിദ്യകള് എന്ന് പണ്ഡിതന്മാര് പറയാറുണ്ട്. ഇപ്പൊ ചന്ദ്രവിദ്യ ശ്രീവിദ്യ തന്നെയാണെന്നും മനുവിദ്യ പാരമ്പര്യം ആയിട്ടാണ് പറയപ്പെടുന്നതെന്നും മേൽപ്പറഞ്ഞ ഋഷിമാരെന്നും വേറൊരു അഭിപ്രായവും ഉണ്ട്. എന്തായാലും ചന്ദ്രനിൽ വിദ്യ എന്താ പറയാ, മനമായിരിക്കുന്ന ശക്തി അല്ലെ. ഇപ്പൊ ചന്ദ്രനിൽ വിദ്യയായിട്ടുള്ളവൾ, അങ്ങനെ നമുക്ക് അർത്ഥം എടുക്കാം. ചന്ദ്രം എന്ന പദത്തിന് വെള്ളം എന്നൊരർത്ഥമുണ്ട്. ചന്ദ്രനും ഭൂമിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. അമാവാസി മുതൽ പൗർണമി വരെയുള്ള എല്ലാ ദിവസവും ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ ഭൂമി ഇല്ലേ. അപ്പൊ ഓരോ ദിവസവും ഓരോ തരത്തിലാണ് പ്രാധാന്യം. 15 തിഥിനിത്യ ദേവതമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദേവിയുടെ മണിദ്വീപത്തിൽ ദേവിക്ക് ചുറ്റും ഇരിക്കുന്ന ആ ദേവതമാര് 15 പേരാണ്. അപ്പൊ ചന്ദ്രന്റെ ഈ ശക്തി അറിഞ്ഞിട്ടാണ് 15 നിത്യാദേവികള് തങ്ങളുടെ ശക്തി ഓരോ ദിവസത്തിലും സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ചന്ദ്രവിദ്യ എന്നാല്
ആനന്ദം പകരുന്ന വിദ്യ എന്ന് നമുക്ക് പറയാം. അപ്പൊ അവനവന്റെ പ്രാപ്തിക്ക് അനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലം എന്ന് പറയുന്നത് മധുരമുള്ളതായിട്ട് തീരണു. ഇപ്പൊ ചന്ദ്രന്റെ കഥ നോക്കുകയാണെങ്കിൽ 3 ജന്മങ്ങൾ എടുത്ത വ്യക്തിയാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ ത്രിജന്മനി എന്നാണ് അറിയപ്പെടുന്നത്. സംഭവ ബഹുലമായിരിക്കുന്ന ചന്ദ്രന്റെ കഥയില് ചന്ദ്രൻ ബ്രഹ്മപുത്രനായിട്ടാണ് ജനിച്ചത്. അപ്പോൾ പരാശക്തിയുടെ ആരാധകനായിരുന്നു ചന്ദ്രൻ. ഒരിക്കല് വീരഭദ്രനിൽ നിന്ന് കഠിനമായിരിക്കുന്ന പ്രഹരമേറ്റതിന് ശേഷമാണ് കഷ്ടകാലം തുടങ്ങുന്നത്. പിന്നെ ദേവഗുരുവിനോട് ആ ഒരു തെറ്റ് ചെയ്തപ്പോൾ ബ്രഹ്മദേവന്റെ ശാപം കൊണ്ട് അത്രി മഹർഷിയുടെയും അനസൂയ ദേവിയുടെയും പുത്രനായിട്ട് പിറക്കേണ്ടി വന്നു. പിന്നെ ദുർവാസാവ് മഹർഷി സ്വർഗത്തെ മുഴുവനായി ശപിച്ചപ്പോൾ ആ ഒരു എന്താ പറയുക ചന്ദ്രനും ദേവി ഉപാസകനായിരിക്കുന്ന ചന്ദ്രനും മുഴുവനായും ശാപമോക്ഷം ലഭിച്ചു. അങ്ങനെയാണ് പാലാഴി മഥനത്തിൽ അവതരിക്കുന്നത്. അപ്പൊ ജഗദംബിയെ അതികഠിനമായിട്ട് ഉപാസിച്ചതിന്റെ ഫലമാണ് ചന്ദ്രൻ അനുഗ്രഹമായത്. പാലാഴി മഥനത്തില് 2 ജന്മത്തെ പാപങ്ങൾ തീർത്ത പാലാഴിയിൽ നിന്ന് മഹാലക്ഷ്മിയുടെ സഹോദരനായിട്ട് ചന്ദ്രൻ ഉയർന്നു വന്നു. പിന്നെ ചന്ദ്രന് വേറെയും ദുര്യോഗങ്ങൾ ഒന്നും വന്നു ചേർന്നിട്ടില്ല. മാത്രമല്ല ചന്ദ്രന്റെ ക്ഷയം പോലും ജീവികൾക്ക് തുണയായിട്ട് മാറി. അപ്പൊ ചന്ദ്രൻ തൻ്റെതായിട്ടുള്ള ശ്രീവിദ്യ മന്ത്രം കൊണ്ട് ദേവിയെ ഉപാസിച്ചിട്ടാണ് കീർത്തിമാനായതെന്ന് പറയണു. ഭൂമിയിലെ സൃഷ്ടിയുടെ സഹായിയായിട്ടും ജീവികളിലെ സന്തോഷത്തിന്റെ മൂല കാരണവുമായിട്ട് തീർന്നത് ഈ ഒരു ഗുണമാണ്. അപ്പൊ ജ്യോതിഷത്തിൽ ചന്ദ്രന്റെ സ്ഥാനം വളരെ ഉയർന്നതാണ്. ചന്ദ്രനാണ് മനസ്സിന്റെ കാരകൻ അല്ലെ. ചന്ദ്രൻ സൃഷ്ടിച്ച 22 അക്ഷരങ്ങളുള്ള ശ്രീവിദ്യ മന്ത്രം അത് വളരെ പ്രസിദ്ധമാണ്. കാരണം അത് എന്താ പറയുക, അത് ഞാൻ 22 അക്ഷരങ്ങളുണ്ട്, 15 അക്ഷരമോ 16 അക്ഷരമോ ഉള്ള ശ്രീവിദ്യ മന്ത്രം അല്ല അത്. ഇതിലെല്ലാം സഹ എന്നുള്ള ഒരു അക്ഷരം കൂടി വരും. സഹ ഹസ എന്നാണ് അതിൽ വരുന്നത്. ഈ അക്ഷരങ്ങളെല്ലാം ഓരോ മൂലകങ്ങള്, അത് ആത്മാവിനെയുമാണ് ഇത് പ്രതിനിധീകരിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ നിസ്വാർത്ഥ കർമ്മത്തിലൂടെയാണ് ചന്ദ്രൻ ശ്രീവിദ്യ മന്ത്രം സാർത്ഥകമാക്കിയത്. മന്ത്രാക്ഷരങ്ങളെല്ലാം വെറുതെ വായിക്കുമ്പോൾ ഒന്നും തോന്നില്ല. എന്നാൽ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി മനനം ചെയ്യുമ്പോൾ മാത്രമാണ് അത് മന്ത്രമായിട്ട് തീരുന്നത്. മനനാൽ ത്രായതേ ഇതി മന്ത്രം അല്ലെ. മയിൽപീലിയുടെ കണ്ണ് ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ശക്തിയെയാണ് കാണിക്കുന്നത്. അഷ്ടഭൈരവന്മാരിൽ ഒരാളായിരിക്കുന്ന ചണ്ഡഭൈരവൻ ചന്ദ്രവിദ്യയിലൂടെയാണ് ദേവിയെ ഉപാസിച്ചിട്ടുള്ളതെന്ന് പറയണു. അപ്പൊ തെക്ക് ദിക്കിനെ കാക്കുന്ന ചണ്ഡഭൈരവൻ, ആ ചണ്ഡഭൈരവന്റെ വാഹനം മയിലും ഉപാസ്യ ദേവത കൗമാരി ദേവിയുമാണ്. അസിതാംഗ ഭൈരവൻ, രുരുഭൈരവൻ, ക്രോധഭൈരവൻ, ഉന്മത്ത ഭൈരവൻ, കപാല ഭൈരവൻ, ഭീഷണ ഭൈരവൻ, സംഹാര ഭൈരവൻ, ഇവരാണ് അഷ്ടഭൈരവന്മാരെന്ന് പറയുന്നത്. അഷ്ടഭൈരവന്മാര് നമ്മൾ അഷ്ടമാതൃക്കളുമായിട്ട് ചേർന്ന് നമ്മൾ വായിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ മനുവിദ്യ, ചന്ദ്രവിദ്യ, ചന്ദ്രമണ്ഡല മധ്യക. അപ്പൊ ഇനി അതിന്റെ പ്രാധാന്യം വീണ്ടും ചന്ദ്രന്റെ പ്രാധാന്യം വരികയാണ്. ചന്ദ്രമണ്ഡലത്തിന്റെ മധ്യത്തെ പ്രാപിച്ചവൾ. അപ്പൊ ചന്ദ്രമണ്ഡല മധ്യത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് മാനസ പൂജാവിധി പ്രകാരം ആരാധിക്കുന്നത് ആയുഷ്കരമാണെന്ന് കരുതപ്പെടുന്നുണ്ട്. കാരണം പുറത്തിരുന്ന് ചന്ദ്രനെ കണ്ട് പൗർണമി ദിവസം പാല് വെച്ച് ആരാധിച്ച് ആ പാല് സേവിക്കുകയാണെങ്കിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുമെന്ന് പറയുന്നു. പല രോഗങ്ങളും മാറും. അത്തരം പൂജകളിൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ചന്ദ്രമണ്ഡലവും ശ്രീചക്രവും ഒന്നാണെന്ന് ശ്രീചക്ര രഹസ്യം പറയുന്നുണ്ട്. ഈ പക്ഷത്തിലെ ശ്രീചക്രത്തിൽ ബിന്ദു സ്ഥാനത്തുള്ളവൾ എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. അപ്പൊ പിണ്ടാണ്ടഗതമായിരിക്കുന്ന കുണ്ടലിനി രൂപിണിയായിരിക്കുന്ന ദേവി സഹസ്രാരത്തിലുള്ള ചന്ദ്രമണ്ഡലത്തെ ഭേദിക്കുന്നത് കൊണ്ട് ദേവി ചന്ദ്രമണ്ഡല മധ്യക. നമുക്കറിയാം നമ്മുടെ ശരീരത്തെ 3 മണ്ഡലങ്ങളായിട്ട് തിരിക്കുമ്പോൾ അഗ്നിമണ്ഡലം, സൂര്യമണ്ഡലം, സോമമണ്ഡലം. ആ ഒരു ഹൃദയചക്രം മുതൽ ആജ്ഞാചക്രം വരെ സൂര്യമണ്ഡലം, ആജ്ഞാചക്രത്തിന് മേളിൽ നമ്മൾ ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നു. അപ്പൊ അഗ്നിമണ്ഡലത്തിൽ കുടികൊള്ളുന്ന കുണ്ടലിനി ശക്തി ഉണർന്ന് സൂര്യമണ്ഡലത്തെ ഭേദിച്ചുകൊണ്ട് ചന്ദ്രമണ്ഡലത്തിൽ എത്തുന്നു. അപ്പൊ ദേവി എവിടെയാണ് തന്റെ ആ ഒരു പതിയായിരിക്കുന്ന ശിവനുമായിട്ട് ഇരിക്കുന്നത്? ശരിക്കും ചന്ദ്രമണ്ഡലത്തിലാണ്. അതുകൊണ്ട് ദേവിക്ക് ചന്ദ്രമണ്ഡല മധ്യക. ശിവപുരാണത്തില് ശിവൻ പാർവതിയോട് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാല് ആ ഒരു ശിരോമണ്ഡലം നമുക്ക് ഏറ്റവും എനിക്കിഷ്ടം, ഞാൻ കൈലാസം എന്ന് പറയുന്നത് ശരിക്കും ചന്ദ്രമണ്ഡലമാണ് അല്ലേ. അപ്പോ ആ ഒരു ചന്ദ്രമണ്ഡലത്തിൽ വസിക്കുന്നതാണ് ഞാൻ. എപ്പോഴും ചന്ദ്രമണ്ഡലത്തിലാണ് ഉണ്ടാവുക. അപ്പൊ നീ എൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷമാണ് എന്ന് ശിവപുരാണത്തിലെ ശിവൻ ദേവിയോട് പറയുന്നുണ്ട്. അപ്പോ ചന്ദ്രമണ്ഡലത്തിന്റെ മധ്യകമായിരിക്കുന്ന ശക്തി
അല്ലേ? അതാണ് ചന്ദ്രമണ്ഡല മധ്യക. അപ്പൊ ദേവിയെ സ്ഥൂല രൂപത്തിൽ സങ്കല്പിക്കുമ്പോൾ ദേവിയുടെ ഒരു കണ്ണാണ് ചന്ദ്രൻ എന്ന് പറയാറുണ്ട്, മറ്റേ കണ്ണ് സൂര്യൻ. ഇവിടെ ദേവിയുടെ മധ്യത്തിൽ ചന്ദ്രമണ്ഡലമാണെന്ന് പറയുന്നു. ഇപ്പൊ മർമ്മശാസ്ത്ര പ്രകാരം ശരീരത്തെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചാൽ അതിൽ ഒരു ഭാഗം ചന്ദ്രമണ്ഡലമാണ്, അല്ലെ? മറ്റു രണ്ടെണ്ണം സൂര്യമണ്ഡലവും അഗ്നിമണ്ഡലവും. അപ്പൊ ആന്തരിക അർത്ഥത്തിൽ ഒരാളുടെ മധ്യം എന്ന് പറയുന്നത് എവിടെയാണ്? ഹൃദയസ്ഥാനാണ്. ഇപ്പൊ ചന്ദ്രന്റെ പ്രത്യേകത എന്നത് അമാവാസിയാണെങ്കിലും പൗർണമിയാണെങ്കിലും ആ കുളിരും ശോഭയും പകർന്നു തരുന്നതാണ് ചന്ദ്രൻ. ഇപ്പൊ ഭൂമിക്ക് എന്നും അമൃതാണ്. ആ ഭൂമി എന്ന ഉപഗ്രഹം ചന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിലെ ഒരു സ്വച്ഛതയാണ് ഉണ്ടാകുന്നത്, അല്ലെ? സൂര്യൻ തപിപ്പിക്കുന്നെങ്കിൽ ചന്ദ്രൻ നമുക്ക് കുളിർമ പകരുന്നു. ഇപ്പൊ വൃത്തിക്ഷയങ്ങളെല്ലാം തന്നെ ഭൂമിക്ക് നന്മയാണ് നൽകുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി കുണ്ടലിനി ഉപാസനയില് നമ്മൾ ഇട പിങ്കള നാഡി, ആ സൂര്യനാഡി എന്നും ചന്ദ്രനാഡി എന്നും പറയാറുണ്ട്. സുഷുമ്നയിൽ ഇടാനാഡി ചന്ദ്രനാണ്, പിങ്കള സൂര്യനാണ്. ഇപ്പൊ സുഷുമ്ന നാഡി അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു. ആന്തരികമായിരിക്കുന്ന ശക്തിയാണ് ഇടാനാഡി, ബാഹ്യമായിരിക്കുന്ന ശക്തിയാണ് നമ്മൾ പിങ്കള നാഡി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മനസ്സും ശരീരവും സമഞ്ജസമായിട്ട് സമ്മേളിക്കുമ്പോഴാണ് ചിത്തം ഉണരുന്നത്, അല്ലെ? അപ്പൊ അന്നേരം കുണ്ടലിനി ആ പ്രാണ നിയന്ത്രണത്തിലൂടെ സൂക്ഷ്മതയിൽ നിന്ന് പ്രവേശിക്കുന്നു. ഓരോ സാധകനും അവന്റെ ചന്ദ്രമണ്ഡലത്തെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ചന്ദ്രമണ്ഡലത്തെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഭാനുമണ്ഡലത്തെ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കൂ. അപ്പോഴേ അഗ്നിമണ്ഡലം ഉണരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ 3 മണ്ഡലങ്ങളും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പൊ ചന്ദ്രമണ്ഡലം എന്നത് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിലെ സഹസ്രാര പത്മത്തെയാണ് പറയുന്നത്. ഇപ്പൊ സഹസ്രാര മധ്യത്തിലാണ് ദേവി വസിക്കുന്നത്. ഇപ്പൊ ശ്രീചക്രം തന്നെയാണ് ചന്ദ്രമണ്ഡലം. അവിടെ ബിന്ദുവായിരിക്കുന്നത് ദേവിയാണ്. ഇനി താത്വികമായിട്ട് ചന്ദ്രരൂപിയായിരിക്കുന്ന ശക്തിയും സൂര്യരൂപിയായിരിക്കുന്ന ശിവനും ചേരുമ്പോൾ അഗ്നി രൂപത്തിലുള്ള ജീവൻ ഉണ്ടാകുന്നു, അല്ലെ? അതായത് പ്രപഞ്ചം, അതിലെ സൃഷ്ടികളും ഉണ്ടാകുന്നു എന്നർത്ഥം. ഗായത്രി സഹസ്രനാമത്തില് ചന്ദ്രമണ്ഡല മധ്യസ്ഥ എന്നും ചന്ദ്രമണ്ഡല ദർപ്പണ എന്നും നാമങ്ങളുണ്ട് ദേവിക്ക്. അപ്പൊ കഥ നോക്കുമ്പോൾ ചന്ദ്രന്റെ രക്ഷയ്ക്കായിട്ട് ദേവി ചന്ദ്രമണ്ഡലത്തിൽ വസിക്കുന്നു. ഇനി വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ, വേറൊരു കഥ നോക്കുകയാണെങ്കിൽ, ദക്ഷയാഗത്തില് സതിയുടെ ദേഹത്യാഗത്തിന് ശേഷം വന്ന ശിവപുത്രനായിരിക്കുന്ന വീരഭദ്രൻ അവിടെ സന്നിഹിതരായിരുന്ന ദേവന്മാർക്കെല്ലാം തന്നെ കഠിനമായ ശിക്ഷ കൊടുത്തുവെന്നും സരസ്വതി ദേവിയുടെ മൂക്ക് പോയതും യമന്റെ ദണ്ഡം കഷണങ്ങളായിട്ട് തീരുകയും ഇന്ദ്രന്റെ നടു തളർത്തുന്നതും മിത്രന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ടതും ഭൃഗു മഹർഷിയുടെ താടി ചൂഴ്ന്നെടുക്കപ്പെട്ടതും എല്ലാം തന്നെ ദക്ഷയാഗത്തിലാണ് നടന്നത്, അല്ലെ? ഇപ്പൊ പൂഷൻ എന്ന ദേവന്റെ, അതായത് കന്നുകാലികളുടെയും ഭൂമിയുടെയും സമ്പത്തിന്റെയും രക്ഷകനാണ് പൂഷൻ. ആ സൂര്യന്റെ ഒരു അവതാരമാണ് പൂഷൻ എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് ഇതില്. പിന്നീട് എല്ലാ ശക്തികളുടെയും അനുഗ്രഹം കൊണ്ട് തിരിച്ചു വന്നു. എന്നാൽ പൂഷൻ തന്റെ പല്ലുകൾ വിഴുങ്ങിയത് കാരണം അദ്ദേഹത്തിന് നല്ലപോലെ ജലരൂപത്തിലുള്ള നൈവേദ്യമാണ് നേദിക്കുന്നത്. ചന്ദ്രന് ലഭിച്ചത് വീരഭദ്രന്റെ വാളുകൊണ്ടുള്ള വെട്ടായിരുന്നു. ഇപ്പൊ പകുതിയായിട്ട് മുറിയാൻ തുടങ്ങിയ ചന്ദ്രൻ ആത്മധൈര്യം കൈവിടാതെ ആപത് നിവാരണിയായിരിക്കുന്ന ജഗദംബികയെ വിളിച്ച് ആത്മനിവേദനം ചെയ്തുവെന്നും അങ്ങനെ ദേവി ചന്ദ്രന്റെ രക്ഷയ്ക്കായിട്ട് സ്വയം അവതരിച്ചുവെന്നും കഥ. ഇപ്പൊ ചന്ദ്രന്റെ രക്ഷയ്ക്കായിട്ട് ദേവി ചന്ദ്രമണ്ഡലത്തിന്റെ മധ്യത്തിൽ തന്നെ നിലകൊണ്ടു എന്ന് പറയുന്നു. അങ്ങനെ ചന്ദ്രന്റെ മുറിവ് കൂടി ചേർന്ന ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും അടയാളം അവശേഷിച്ചു. ഇന്നും ചന്ദ്രനെ സൂക്ഷിച്ചു നോക്കിയാൽ ഈ പാട് കാണാം നമുക്ക്, അല്ലേ? നമ്മൾ പറയാറുണ്ട്, ഒരു കറുത്ത മാനിനെ പോലെ ഒരു ചെറിയ പാട് അവിടെ കാണാറുണ്ട്. ദേവി ഉപാസകർക്ക് സദാ മനഃശാന്തി കൊടുക്കുന്നവളാണ് പരാശക്തി എന്ന് പറയുന്നു. കാരണം തന്നെ ഉപാസിക്കുന്നവര്, തന്നെ ഭക്തിയോടെ വിളിക്കുന്നവർക്ക് വേണ്ടി എന്ത് ഉപകാരം ചെയ്തു കൊടുക്കുന്നവളാണ് ദേവി. അങ്ങനെയുള്ള ദേവി ചാരുരൂപ, ചാരുവായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന രൂപത്തോട് കൂടിയവൾ. ഇവിടെ വീണ്ടും നമ്മൾ ആ സ്ഥൂല രൂപവർണ്ണനയാണ് കാണുന്നത്. കാരണം സുന്ദര രൂപമുള്ളവൾ, ചാരുരൂപ. അപ്പോ ചാരുവായിരിക്കുന്ന രൂപമുള്ള ശക്തി, അല്ലേ? അപ്പൊ ചന്ദ്രനോട് താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രന്റെ നിലാവിനെ പോലെ ശീതളമയായിരിക്കുന്ന ദേവി പ്രഭാവം എന്നെടുക്കാം. ശീതളമയുള്ള ദേവി ശക്തി എന്ന് നമ്മൾ എടുക്കണം, അല്ലെ? അപ്പൊ ചന്ദ്രവിദ്യയിൽ ദേവി ചന്ദ്രമണ്ഡല മധ്യസ്ഥയായിട്ട് നിലാവിനെ വർഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ചന്ദ്രൻ തന്റെ കിരണങ്ങളെ വർഷിക്കുന്നത്? സൂര്യൻ തന്റെ കിരണങ്ങളെ ഭൂമിക്ക് കൊടുക്കുന്നു, എന്നാൽ അത് മുഴുവനും ചന്ദ്രൻ ഭൂമിക്ക് കൊടുക്കുന്നു. അങ്ങനെ ചന്ദ്രന്റെ നിലാവ്, അല്ലെ?
ഇനി ചന്ദ്രനെ ഒരു വ്യക്തിയായിട്ട് സങ്കല്പിക്കുമ്പോൾ സൂര്യന്റെ താപം മുഴുവൻ സ്വീകരിച്ച് അതിനെ ശീതളമയുള്ള കിരണങ്ങളായിട്ട് ഭൂമിക്ക് നൽകുന്നു. അപ്പൊ ഭൂമിക്ക് അപ്പോൾ സൃഷ്ടിക്കുള്ള ശക്തി കൈവരുന്നു. അപ്പൊ ചന്ദ്രന്റെ ത്യാഗ മനസ്ഥിതി അല്ലെ, ആ സമർപ്പണ ഭാവം ആണ് ശരിക്കും പറഞ്ഞാല് വിവേകരൂപിണിയായിരിക്കുന്ന ശക്തി ഭൂമിയിൽ ഓരോ ജീവനെയും സൃഷ്ടിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ മനസ്സും ബുദ്ധിയും വിവേകത്തോടെ പ്രവർത്തിക്കുക എന്നതാണ് ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ മനസ്സും ശരീരവും ബുദ്ധിയും എല്ലാം പരസ്പര പൂരകങ്ങളാണെന്ന് അർത്ഥം. അപ്പൊ ഇതിനെല്ലാം താങ്ങി നിർത്തുന്ന ശക്തി എന്ന് പറയുന്നത് വിവേകമാണ്. ഇതിനെ നമ്മൾ ബോധം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വിവേകം എന്ന ഒറ്റ വാക്കിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജ്ഞാനം നേടുക. ഇപ്പൊ വിവേകം എന്ന് പറഞ്ഞാൽ നിത്യ അനിത്യ വിവേകം. അത് ഉള്ള ഒരാൾക്ക് മാത്രമേ നമുക്ക് ഈ ദേവിയായിരിക്കുന്ന ആത്മസ്വരൂപത്തെ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തെ നേടാൻ പറ്റുള്ളൂ. ഇപ്പൊ കരുണ, ശക്തി, ധർമ്മം എല്ലാം ഉടലെടുക്കുന്നത് ഇതിൽ നിന്നാണ്. ഈ വിവേക ശക്തി ജനനത്തിലൂടെ നമ്മുടെ കൂടെ സദാ ഉണ്ട്. അപ്പൊ അതിനെ ജ്ഞാനത്തിലൂടെ സദാ ജാഗരൂപമാക്കി നിർത്തിയെങ്കിൽ മാത്രമേ സംസാര സാഗരത്തെ നമുക്ക് കടക്കാൻ സാധിക്കൂ. ഇപ്പൊ നോളജ് ഇസ് പവർ എന്ന് പറയാറുണ്ട് ഇല്ലേ? ഇപ്പൊ ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിക്ക് ചാരു എന്നൊരു നാമമുണ്ട്. അദ്ദേഹം വിവേകത്തെ ജ്ഞാനത്തിലൂടെ ഉദ്ദീപിപ്പിക്കുന്നത് കൊണ്ടാണ് ദേവഗുരുവായിട്ട് തീർന്നത്. ഇപ്പൊ യുക്തി, ബുദ്ധി, ശക്തി ഇതെല്ലാം ചേർന്ന ശക്തി ഗുരുരൂപിണിയായിരിക്കുന്നു. ഇപ്പൊ ചാരു എന്നാല് കുങ്കുമപ്പൂവിന്റെ സൗകുമാര്യമുള്ളവൾ എന്നും നമുക്ക് വ്യാഖ്യാനിക്കാം. സൂര്യപ്രകാശമേറ്റ് വിടരുന്ന പുഷ്പമായ കുങ്കുമം, അതിന്റെ ആ ഒരു കിഴങ്ങിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. ഇപ്പൊ ചൂടും തണുപ്പും ഒരുപോലെ സ്വീകരിക്കുന്ന ഈ ചെടി മനുഷ്യരും സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണണം എന്നുള്ള ഒരു സന്ദേശവും ഇതിലൂടെ നൽകുന്നുണ്ട്. അപ്പോ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ, അടുത്ത നാമം ചാരുഹാസ, അതായത് ചാരുവായിരിക്കണം, മനോഹരമായിരിക്കുന്ന മന്ദഹാസത്തോട് കൂടിയവൾ ചാരുഹാസ. അപ്പൊ സുന്ദരമായിട്ട് പുഞ്ചിരിക്കുന്നവൾ എന്നുള്ള അർത്ഥമാണ്. അമ്മയുടെ പുഞ്ചിരി വളരെ പ്രസിദ്ധാണ് അല്ലെ? കരുണയോട് കൂടിയിട്ടുള്ള കണ്ണുകളും ആ ഒരു ചെറു പുഞ്ചിരിയും. ചാരുതയോടെ ചന്ദ്രകലയെ ധരിച്ചിട്ടുള്ള ദേവി. അപ്പോ ചാരുചന്ദ്ര കലാധര. അപ്പൊ ചാരുഹാസ എന്നുള്ളതിന്റെ കൂടെ അടുത്ത നാമവും ചോർന്ന് വരുന്നുണ്ട്. അപ്പോ മനോമോഹനമായിരിക്കുന്ന മന്ദഹാസത്തോട് കൂടിയുള്ള ഒരു ചെറിയ ബിന്ദുവിൽ നിന്ന് മനോഹരമായിട്ട് വിരിഞ്ഞു വന്നിരിക്കുന്ന പ്രപഞ്ചം. ഇപ്പൊ ദേവിയുടെ ആനന്ദാവസ്ഥയെ കാണിക്കുകയാണ്. ഏത് വസ്തുവും അതിന്റെ ആ ഒരു ശൈശവ ദശയിൽ നിഷ്കളങ്കമായിരിക്കും, ആകർഷകമായിരിക്കും. ഇപ്പൊ ഒരു പാമ്പിന്റെ കുഞ്ഞു പോലും ഇല്ലേ, മനുഷ്യൻ വളരുമ്പോഴും ഈ നിഷ്കളത്വം സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയാണ് ഈ നാമം പറയുന്നത്. ഇപ്പൊ ജനനത്തിന്റെ പവിത്രത ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇല്ലേ? അപ്പൊ ഇരിക്കണമെങ്കിലേ അത് വളർച്ചയാവുള്ളൂ. അപ്പൊ പ്രകൃതിയുടെ ആ ഒരു ദുഷ്ഭാവനകളിൽ നിന്ന് വേറിട്ട് സത്പ്രഭാവങ്ങളില് ആകൃഷ്ടരാകുക. പ്രകൃതിക്ക് നല്ലതും മോശപ്പെട്ടതും ഒന്നുമില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്കും അതുപോലെയാണില്ലേ? അതിന് ശത്രുവോ മിത്രത്തിനെ തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാരെ കണ്ടാലും അത് നിഷ്കളങ്കമായിട്ട് പുഞ്ചിരിക്കും. അതുപോലെ ഒരു മനോഭാവമായിരിക്കണം വളർന്നാലും മനുഷ്യർക്ക് ഉണ്ടാകേണ്ടതെന്ന് അർത്ഥം. കാരണം ബന്ധു, മിത്രം, ശത്രു ഒന്നുമില്ല. എല്ലാവരിലും ദേവിയെ കാണാൻ പറ്റുന്ന ഒരു ഭക്തന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മനുഷ്യൻ എന്ന ജീവി ആ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഇതെല്ലാം ഉടലെടുക്കുന്നത് എപ്പോഴാണ്? ഈ ശത്രുതയും സ്നേഹവും എല്ലാം അപ്പോഴാണ്, വളരുമ്പോ. അമാവാസി കഴിഞ്ഞുള്ള ചന്ദ്രന്റെ വികാസം ചാരുതയാർന്നതാണ്. അത് പൗർണമിയിലാണ് അവസാനിക്കുന്നത് ഇല്ലേ? ഇപ്പൊ വൃദ്ധിയായാലും ക്ഷയമായാലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണോ ആ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ചന്ദ്രനെ കാണണം. ഇപ്പൊ ഭൂമിയിലെ മനുഷ്യാത്മാക്കളും അങ്ങനെ ആകണം. ആ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നത് അതാണ്. ബ്രഹ്മം എന്ന ശിവ ചൈതന്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീര വികാസത്തിന് കാരണം. ദേവി സദാ മനോഹരമായിട്ട് ചാരുവായിട്ട് മന്ദഹസിക്കുന്നവളാണ്. കാരണം അമ്മയ്ക്ക് ആനന്ദത്തെ മാത്രമേ അറിയാവൂ. ആനന്ദം എന്ന് പറയുന്ന ധ്വജം, അമ്മയുടെ കൊടിയടയാളം ആനന്ദം. ആനന്ദമയ ചക്രത്തിലിരിക്കുന്നവളാണ് ദേവി. ഈ പുഞ്ചിരി വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് ഇല്ലേ? അപ്പൊ അവിടെ ദുഃഖങ്ങളില്ല എന്നർത്ഥം. അമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഏതൊന്നും ദേവിക്ക് പുഞ്ചിരി മാത്രമേ നൽകുന്നുള്ളൂ. നമ്മുടെ സുഖവും ദുഃഖവും നമ്മളപ്പോ ദേവിക്ക് അറിയാം ഇതൊന്നും സത്യമല്ല. അമ്മയുടെ മായയാകുന്ന യവനികയാണ് നമ്മുടെ സുഖദുഃഖങ്ങൾക്ക് കാരണം. ഇതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ ആനന്ദമാണ് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് അമ്മ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അമ്മ പുണ്യവതിയാണില്ലേ? ഒരു വ്യക്തിക്ക് ബാഹ്യമായിരിക്കുന്ന ചാരുരൂപം ഉണ്ടായാൽ മാത്രം പോരാ, ഉള്ളിൽ നന്മയുണ്ടായിരിക്കണം, ആ ഭാവം ഉണ്ടായിരിക്കണം. പുഞ്ചിരി എന്നത് നഷ്ടമില്ലാത്ത ഒരു സ്നേഹ സമ്മാനമാണ്. അത് മനുഷ്യന് മാത്രമുള്ള അനുഗ്രഹവും കൂടെയാണെന്ന് പറയണു. ഇപ്പൊ ചാരുരൂപ, ചാരുഹാസ,
ചാരുചന്ദ്ര കലാധര. അടുത്ത നാമം ഇതിനോട് തന്നെ ചേർന്ന് വരുന്നു. ചന്ദ്രനോടുകൂടി തന്നെ ചാരുവായ മനോഹരമായ വൃത്തിക്ഷയത്തോട് കൂടാത്ത എന്ന് സൗഭാഗ്യ ഭാസ്കരൻ പറയുന്നു. അതായത് ചന്ദ്രകലയെ ധരിക്കുന്നവൾ, വൃത്തിക്ഷയങ്ങൾ ഇല്ലാത്ത ചന്ദ്രകലയെ ധരിക്കുന്നവൾ. ദേവിയുടെ ധ്യാന ശ്ലോകങ്ങളിൽ മിക്കതിലും ചന്ദ്രകല ആഭരണമാണ് അല്ലേ? നമ്മളത് പറയാറുണ്ട്. സിന്ദൂര അരുണ വിഗ്രഹം ത്രിനയനം മാണിക്യ മൗലിസ്ഫുരത്താരാ നായക ശേഖരാം സ്മിതമുഖിയും. ഈ രണ്ട് നാമങ്ങൾ അതിൽ വരുന്നുണ്ട്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തോടുകൂടി ചന്ദ്രകല ധരിച്ചവളായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. ദേവി ഭാഗവതത്തില് ചന്ദ്രകല എന്ന് പേരുള്ള കാശി രാജകുമാരിക്ക് സ്വപ്നത്തിൽ ദേവി ദർശനം കൊടുത്തായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ കാമരാജ മന്ത്രോപാസകനായിരിക്കുന്ന സുദർശനൻ എന്ന രാജകുമാരനെ ഭരിക്കണമെന്ന് നിർദ്ദേശിച്ചതായിട്ടും കഥയുണ്ട്. അപ്പൊ ഇങ്ങനെ ചന്ദ്രകലയ്ക്ക് എന്താ പറയാ, ആ ഒരു ചന്ദ്രകല ധരകയായിട്ട് ആധാരഭൂതമായിട്ട് തീർന്നവൾ ദേവി. ഇതാണ് സൗഭാഗ്യ ഭാസ്കരത്തിലെ ഭാസ്കരരായർ പറയുന്നത്. ഈ നാമം ഈ നമ്മള് നേരത്തെ ഉള്ള നാമങ്ങളുമായിട്ട് തന്നെ ചേർന്ന് വരുന്ന നാമമാണ് ചാരു ചന്ദ്ര കലാധര. സുന്ദരമായ ചന്ദ്രകലയെ ധരിച്ചവൾ. അപ്പോ ചാരുഹാസിയായിരിക്കുന്ന ദേവി തന്റെ ശിരസിൽ ചന്ദ്രകലയെ ധരിച്ചിരിക്കുന്നു. ചന്ദ്രൻ തന്റെ വൃത്തിക്ഷയങ്ങൾ കൊണ്ട് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് ദേവി തന്റെ ശിരോഭൂഷണമായി വച്ചിരിക്കുന്നു ചന്ദ്രനെ. അതുപോലെയാണ് സാധകനും തന്റെ സാധനാപഥത്തിലെ തടസ്സങ്ങളെയൊക്കെ മാറ്റി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ചാരുഹാസിയായിരിക്കുന്ന ദേവി പാദങ്ങളിൽ എത്താൻ സാധിക്കുകയുള്ളൂ. എന്നാലേ ഒരു നദി പോലെ ജയാപജയങ്ങളെ തരണം ചെയ്ത് സംസാര സാഗര ശാന്തമായി ഒഴുകാൻ സാധിക്കുകയുള്ളൂ. ദേവിയുടെ ശിരസിലെ ചന്ദ്രകലയ്ക്ക് മാറ്റമില്ല, വൃത്തിക്ഷയങ്ങളില്ല. കാരണം ഉയർച്ചയും താഴ്ചയും അല്ലെ? നമ്മൾ പറയാറുണ്ട് ജീവിതത്തിന്റെ തന്നെ രണ്ട് മുഖങ്ങളാണ്, സുഖവും ദുഃഖവും. അപ്പൊ ഈ ഒന്നുമില്ലാതെ സദാ ഐശ്വര്യപൂർണമാണ് ഈ ദേവിയുടെ ശിരസിൽ ഇരിക്കുന്നത്. അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിതായി നമ. അഷ്ടമി ചന്ദ്രന് മാറ്റമില്ലാത്ത ചന്ദ്രകലയാണെന്ന് പറയാനുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചന്ദ്രകലയ്ക്ക് ഇത്രയും ഐശ്വര്യമുണ്ടായത്? ദേവിയുടെ ശിരസിൽ സ്ഥാനം കിട്ടിയത് ചന്ദ്രന്റെ അത്രയും ഭാഗ്യമാണ് അവിടെ അല്ലെ? ചന്ദ്രന്റെ അത്രയും ഭാഗ്യം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ദേവിയുടെ ശിരസില് സദാ ഇരിക്കാൻ സാധിക്കുന്നു. അപ്പൊ ചന്ദ്രന്റെ ഗുണം സന്തോഷം അല്ലെ? സന്താപം ഒന്നുമില്ലാത്ത അവസ്ഥ, സുഖദുഃഖങ്ങളെ ഒരേപോലെ കാണുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രനെ ദേവി തന്റെ ശിരസിൽ വെച്ചിരിക്കുന്നത്. അമ്മ അങ്ങനെയാണല്ലേ? അമ്മ നിത്യതുഷ്ടയാണ്, നിത്യ ആനന്ദത്തിലിരിക്കുന്നവളാണ്. ആ തുഷ്ടി ദേവിയുടെ ആത്മാനന്ദമാണെന്ന് നമ്മൾ അറിയണം. ദേവിയുടെ ആത്മാവാര സാക്ഷാൽ ഭഗവാൻ അല്ലേ? ശിവഭഗവാൻ തന്നെയാണ് അതിൽ ആനന്ദമഗ്നമായിട്ടിരിക്കുന്നവൾ. അതുകൊണ്ടാണ് ദേവിക്ക് അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത എന്ന് പറയുന്നത്. അഷ്ടമി ചന്ദ്രന്റെ ഭക്തിയില് സന്തുഷ്ടയായ ദേവി സദാ ശീതള കിരണങ്ങൾ പൊഴിച്ചുകൊണ്ട് ചന്ദ്രന് കീർത്തി കൊടുക്കുന്നു. ഇപ്പൊ പരമമായിരിക്കുന്ന ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ബോധത്തിന്റെ പ്രതീകമാണ് ചന്ദ്രൻ. ചന്ദ്രൻ മനസ്സിനെ കുറിക്കണമെന്ന് കണ്ടു. ഇപ്പൊ ലളിതാ സഹസ്രനാമത്തിന്റെ ഫലശ്രുതിയില് പൗർണമി ദിവസം ചന്ദ്രനെ നോക്കി പാരായണം ചെയ്താൽ, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്താലുള്ള ഫലങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സദാ ബോധമണ്ഡലത്തിൽ ജീവിക്കുന്ന ദേവി ആ ഒരു ചാരുചന്ദ്രകലയെ തന്റെ ശിരസിൽ ധരിച്ചിരിക്കുന്നു. ശിവഭഗവാനും അതുപോലെ തന്നെ ചന്ദ്രകല ഭൂഷണമാക്കിയിരിക്കുന്ന ആളാണില്ലേ? അപ്പൊ ക്ഷീരസമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന ചന്ദ്രകലയെ ശിവൻ ഹാലാഹല വിഷം കുടിച്ച് ശരീരം തളർന്നപ്പോ പരാശക്തിയായിരിക്കുന്ന ദേവി സാഗരത്തിൽ നിന്ന് ഉയർത്തി ചന്ദ്രൻ തന്റെ ഒരു അഷ്ടമി കലയെ എന്നേക്കുമായി ശിവന്റെ മൗലിയില് പ്രതിഷ്ഠിച്ചു. അപ്പൊ ശിവന്റെ ശരീരത്തിന്റെ ഊഷ്മാവ് കുറച്ചു, ശിവന്റെ അസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതായി തീർന്നു. ഇതാണ് ചന്ദ്രന്റെ കർത്തവ്യങ്ങൾ അല്ലെ? പിന്നെയാണ് ധന്വന്തരിയൊക്കെ ഉയർന്നു വന്നത്. അപ്പൊ ചന്ദ്രന്റെ സാന്നിധ്യം സദാ ഒരു ശാന്ത പ്രകൃതത്തെയാണ് കാണിക്കുന്നത്. ചന്ദ്രനും മനസ്സും തമ്മില് അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട്. ഇനി ക്ഷീരസാഗരം എന്നത് പറയുന്നത് നമ്മുടെ ക്ഷീരപഥം തന്നെയാണ്. ശിവചൈതന്യം അനാദിയാണ്. അതിൽ പ്രകടമാകുന്ന കാലം അഥവാ സമയത്തിലൂടെയാണ്. വസ്തു, സമയം, നക്ഷത്രങ്ങള്, സൃഷ്ടി, ഭാവി എന്നിവയുടെ പ്രതിപുരുഷനായിട്ട് നമുക്ക് ചന്ദ്രനെ കാണാം. ഇതെല്ലാം ഒരു ചൈതന്യത്തെ ആധാരമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? ഇപ്പൊ കാലാതീതരായിരിക്കുന്ന ശിവശക്തികള് കാലത്തെയാണ് തങ്ങളുടെ മകുടത്തില് വച്ചിരിക്കുന്നത്. കാലത്തിന്റെ പ്രതീകമാണ് ചന്ദ്രൻ. അപ്പൊ അങ്ങനെയാണ് അവർ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. ഇനി കഥ നോക്കുകയാണെങ്കിൽ കാശി രാജാവിന്റെ പുത്രിയും സുദർശന രാജകുമാരന്റെ പത്നിയുമായ ശശികലയ്ക്ക് തന്റെ പിതാവിനേക്കാൾ ജഗദംബികയായിരിക്കുന്ന ദേവിയോട്
അചഞ്ചലമായിരിക്കുന്ന ഭക്തി ഉണ്ടായിരുന്നു. ശശികലയ്ക്ക് സുദർശനകുമാരനെ കുറിച്ചുള്ള സ്വപ്ന ദർശനം നൽകുന്നതും ദേവി തന്നെയാണ്. തുടർന്ന് സുദർശനകുമാരനെ മനസാ ഭരിച്ചു. കാശി രാജാവ് തന്റെ പുത്രിക്ക് സ്വയംവരം നിശ്ചയിച്ചു. സ്വയംവരത്തിൽ കൊട്ടാരവും രാജ്യവും നഷ്ടപ്പെട്ട സുദർശനകുമാരനെ ക്ഷണിച്ചിരുന്നു. ഈ സുദർശനകുമാരനെ ക്ഷണിച്ചപ്പോൾ മുതൽ കാശി രാജാവിനും കുടുംബത്തിനും ഉണ്ടായ പ്രതിസന്ധികളിൽ അനുഗ്രഹ വർഷം ചൊരിഞ്ഞത് ദേവി തന്നെയാണ്. ദേവി സദാ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ശശികലയെ ചാരുവാക്കി വെച്ചിരുന്ന ദേവി ആ ചാരുചന്ദ്ര കലാധര എന്നറിയപ്പെട്ടു. ഇപ്പൊ തന്റെ ദേവി ഉപാസന തങ്ങളുടെ ആ ഒരു ബോധമണ്ഡലത്തെ വികാസമാക്കിയെന്ന് ഓരോ സാധകനും അറിയണം. കാരണം ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ബോധമണ്ഡലത്തെ വികസിപ്പിക്കാൻ സാധ്യമാവൂ. അപ്പോ ചാരുചന്ദ്ര കലാധരയായിരിക്കുന്ന ദേവി ചരാചര ജഗന്നാഥ ചക്രരാജ നികേതന, രണ്ട് നാമങ്ങളും ഇതുമായിട്ട് ചേർന്ന് വരുന്നത് തന്നെയാണ്. ചരാചര ജഗന്നാഥ, ചരവും അചരവുമായിരിക്കുന്ന ജഗത്തിന്റെ നാഥയായിട്ടിരിക്കുന്നവൾ. അപ്പോ ആ ഒരു സ്ഥാവര ജംഗമാത്മകങ്ങളായിരിക്കുന്ന ജഗത്തിന്റെ നാഥയായിരിക്കുന്നവൾ, അല്ലെങ്കിൽ നമുക്ക് ജഗദംബിക എന്നൊക്കെ നമുക്ക് ഒറ്റ നാമത്തിൽ പറയാം. ഇപ്പൊ കാത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി സംസാര സാഗരേ മഗ്നം മാം ഉദ്ധര കൃപാമയേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചരാചരങ്ങളുടെ, അതായത് ചരാചര കാത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി സംസാര സാഗരേ മഗ്നം മാം ഉത്തര കൃപാമയേ. അപ്പൊ ചരാചരങ്ങളുടെ മാതാവായിരിക്കുന്ന, ജഗത്തിന്റെ ശക്തിയായിരിക്കുന്ന, നാഥയായിരിക്കുന്ന അല്ലയോ അമ്മേ ദേവി എന്നെ ഉദ്ധരിച്ചാലും എന്താ, സംസാര സാഗരേ മഗ്നം, ഈ സംസാരത്തിൽ വീണ് കിടക്കുന്ന, ഗജേന്ദ്ര മോക്ഷത്തിലും ഇതുപോലൊരു ശ്ലോകമുണ്ടല്ലേ, ആ ഒരു എന്താ പറയാ, ഗജേന്ദ്രൻ ഭഗവാനോട് മഹാവിഷ്ണുവിനോട് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇതും. ഇത് കാത്യായനി മഹാമായ എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസമായിരിക്കുന്നത്. അപ്പോ എല്ലാ ജഗത്തിന്റെ നാഥയായിരിക്കണം അമ്മേ എന്നെ ഉദ്ധരിച്ചാലും, കൈലാസ കുടുംബത്തിലെ അജരത്തിന്റെയും ചരത്തിന്റെയും നാഥയായിട്ടിരിക്കുന്നവളെ, ഇപ്പൊ മാതാജ പാർവതീ ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവോ ശിവഭക്തശ്ച വാസമേ ഭുവനത്രയം. അമ്മയാണ് പാർവതീ ദേവി, അച്ഛനാണ് മഹേശ്വരൻ, അല്ലെ? നമ്മുടെ സ്വന്തക്കാരെല്ലാം ശിവഭക്തന്മാരാണ്. ഈ മൂന്ന് ഭുവനത്രയം ആണ് അവരുടെ വാസസ്ഥാനം. ഇപ്പൊ ശിവ കുടുംബത്തില് ഭൂതപ്രേത പിശാചുക്കളുണ്ട്, ഇല്ലേ? അന്ധരുണ്ട്, ബധിരരുണ്ട്, മൂകനുണ്ട്, അവശൻ, ആർത്തൻ, അശക്തര്, ഇല്ലേ? ആശ്രിതര് എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും അധിപതിയായിരിക്കുന്ന ദേവി എല്ലാവരെയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു. അപ്പോ ആ ഒരു ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കള് എല്ലാറ്റിന്റെയും അധിഷ്ഠാത്രിയായിരിക്കുന്ന ശക്തി. ചര എന്നത് ശക്തിയും അചരം എന്നാൽ ശിവം, അല്ലെ? ചലിക്കുന്നതെല്ലാം ശക്തി, ചലിക്കാത്തത് ശിവമാണ്. അപ്പൊ ചരം അചരം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യത്യാസമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ചലിക്കുമ്പോൾ ശക്തി ഉണ്ടായിരിക്കും, ചലിക്കാതിരിക്കുമ്പോൾ ശിവനായിരിക്കുന്നു. അപ്പോ ശിവശക്തി സമന്വിതമായിരിക്കുന്ന പ്രപഞ്ചം തന്നെയാണ് ചരാചരാത്മകം, ചരാചര ജഗന്നാഥ. അപ്പൊ നമ്മൾ ദേവിയെ മാതാവായിട്ട് കാണുന്നു. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. സർവ പ്രാണികൾക്കും മാതൃരൂപത്തില് സമ്യക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന മാതാവിനായിട്ട് കൊണ്ട് നമസ്കാരം. അപ്പൊ പ്രപഞ്ചം എന്ന ശക്തിയാണ് എല്ലാ ജീവജാലങ്ങളുടെയും മാതാവ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും വന്ദിക്കുമ്പോൾ മാത്രമാണ് മാതാവിന് സന്തോഷമാവുന്നത്. കല്ലും മണ്ണും മരവും ലോഹവും പഞ്ചഭൂതങ്ങളും എല്ലാം വിഗ്രഹ രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അപ്പൊ ആര്യവേപ്പിന്റെ തടി കൊണ്ടാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വേപ്പിൻ വിഗ്രഹങ്ങൾ 20 വർഷങ്ങൾ യാതൊരു കേടും കൂടാതെ ഇരിക്കുന്നു എന്ന് പറയണു. ഈ വേപ്പ് വൃക്ഷങ്ങൾ വിഗ്രഹ നിർമ്മാണത്തിന് എടുക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. ഇതിന്റെ ചില്ലകളിൽ പ്രാണികളോ കിളികളോ കൂടുകൂട്ടാൻ പാടില്ല. ഇതൊന്നിന്റെയും തണൽ സ്വീകരിക്കാൻ പാടില്ല. ഇതിന്റെ താഴെ ധാരാളം പൊത്തുകളും പാമ്പുകളും ഉണ്ടായിരിക്കണം. ഇതിനെ എല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണം, എന്നിട്ടേ വൃക്ഷങ്ങൾ മുറിക്കാൻ പാടുള്ളൂ. അപ്പൊ ചരാചരങ്ങളുടെ പ്രാധാന്യമാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ദ്വാരകയിലെ ജഗന്നാഥയായിരിക്കുന്ന ദേവിയെ പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണനാണ് ജഗന്നാഥ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ ദേവിയെ പൂജിക്കുന്ന ഏതൊരാളും ജഗത്തിന് ആരാധ്യമായിട്ട് ഭവിക്കും. അപ്പൊ ദേവി മഹാത്മ്യത്തിൽ പറയുന്നു, വിശ്വേശ്വരീതം ത്വം പരിപാസി വിശ്വം വിശ്വാത്മിക ധാരയസീതി വിശ്വം വിശ്വേശവന്ധ്യ ഭവതി ഭവന്തി വിശ്വാശ്രയ ഏതത്വയി ഭക്തി നമ്ര. അല്ലയോ അമ്മേ,
ഈ വിശ്വത്തിന് ഈശ്വരിയായിട്ട് ഈ വിശ്വത്തെ പരിപാലിക്കുന്ന വിശ്വമോ അതിന്റെ ആത്മാവിനെയോ അവിടുന്ന് ധരിക്കുന്നു. വിശ്വേശ്വരിയായിട്ടുള്ള ദേവിയെ നമിക്കുന്നവര് വിശ്വത്തിന്റെ ആശ്രയമായിട്ട് ഭവിക്കുന്നു. ഭക്തരായിരിക്കുന്ന ആ ശ്രീകൃഷ്ണൻ അല്ലെ, ബലരാമൻ എല്ലാരും ദേവിയെ പൂജിച്ച് വിശ്വവന്ദ്യന്മാരായിട്ട് തീർന്നു. ഇപ്പൊ ശ്രീകൃഷ്ണനും സുഭദ്രയും ബലരാമനുമാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പൂജിക്കപ്പെടുന്നത് അല്ലെ. അപ്പോ ഈ വിശ്വവന്തിയായിരിക്കുന്ന ദേവി, ചരാചര ജഗന്നാഥയായിട്ടുള്ള ദേവി എവിടെയാണ് ഇരിക്കുന്നത്? അമ്മയുടെ സ്ഥലം എവിടെയാണെന്നും കൂടെ പറയുന്നുണ്ട്. ചക്രരാജനികേതന. 245 നാമം ശ്രീചക്രം എന്ന് പറയുന്ന നികേതനമുള്ളവൾ, നികേതനം വീട്, ആരൂഢമായിട്ടിരിക്കുന്നവൾ, ശ്രീചക്രത്തിന്റെ അധിഷ്ഠാന ദേവതയായിരിക്കുന്ന ദിവ്യ മാതാവായിട്ടിരിക്കുന്ന ദേവി, എല്ലാ ദേവീ ദേവന്മാരുടെയും ഉത്ഭവസ്ഥാനം, രക്ഷാസ്ഥാനമാണ്. അതുപോലെ ശ്രീചക്രത്തിലെ മറ്റെല്ലാ ചക്രങ്ങളും അധിവസിക്കുകയും സംരക്ഷണം നേടുകയും ചെയ്യുന്നു. അപ്പൊ ശ്രീചക്രം എന്ന് പറഞ്ഞാൽ എന്താ? ചക്രരാജാവാണ്, ചക്രരാജനാണ് അല്ലെ. അപ്പൊ ഈ ശ്രീചക്രം എന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് എന്താ പറയാ, ഈ ശ്രീചക്രത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു അപരാജിതം എന്ന് പറയുന്ന യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. ശ്രീചക്രത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നവാവരണ തത്വം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അതിനകത്ത് ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ ശ്രീചക്രരാജ നിലയെന്ന് ഇനി സഹസ്രനാമത്തിൽ വീണ്ടും ദേവിയെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ഈ ശ്രീചക്രത്തിന്റെ ഒരു ലഘു വിവരണം ഇത് നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോ തന്നെ എടുത്താൽ കിട്ടും. അത് വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ശ്രീചക്രം എന്താണ്, ശ്രീചക്രത്തിൽ വസിക്കുന്നവൾ, ചക്രരാജം, നികേതനം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം, പ്രപഞ്ചത്തിന്റെ ജോമെട്രിക്കൽ ഫോം അല്ലെങ്കിൽ ജാമതീയ രൂപമാണ് ശ്രീചക്രം എന്ന് പറയണു. അപ്പൊ ചക്രരാജത്തിനെ നികേതനമാക്കിയ ദേവി, ചക്രരാജ നികേതന, ചക്രത്തിന്റെ ഭരണം നടത്തുന്നത് ദേവി. അപ്പൊ നമ്മൾ ആരാധിക്കുന്ന പരാശക്തി ആരാണ്? ചക്രത്തിന്റെ മധ്യത്തിലാണ് ദേവിയുടെ മഹാനഗരമായിരിക്കുന്ന ശ്രീനഗരവും ചിന്താമണി ഗ്രഹവും മഹാബിന്ദുസ്ഥാനവും ശ്രീപീഠവും എല്ലാം തന്നെ. അപ്പൊ ചക്രം എന്നാൽ ശ്രീചക്രം തന്നെയാണ്. ബിന്ദുമണ്ഡലവാസിനി, ചക്രരാജ രഥാരൂഢ, സർവ ആയുധ പരിഷ്കൃത എന്നൊക്കെ നമ്മൾ 68 നാമം ഇതിനു മുമ്പേ തന്നെ നമ്മൾ കണ്ടു അല്ലേ. അപ്പൊ ചക്രരാജ രഥത്തിൽ കയറി സർവ ആയുധങ്ങളുമായി തയ്യാറായി നിൽക്കുന്ന ദേവി. അപ്പൊ ഈ ചക്രരാജൻ തന്നെയാണ് ദേവി തന്റെ നികേതനമാക്കി വച്ചിരിക്കുന്നത്. ഇപ്പൊ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് അതിനെ സജ്ജമാക്കുന്നതല്ലാതെ അതിൽ നിന്ന് ഒരിക്കൽ പോലും ദേവി മാറുന്നില്ല. കാരണം ശ്രീചക്രം എന്ന് പറഞ്ഞാൽ അവിടെ ദേവി ഉണ്ട്, ഉറപ്പാണ് ഇല്ലേ. ദേവി അതിൽ നിന്ന് മാറില്ല. ദേവിയുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ തന്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നന്മയാണ്. ഇനി ശരീരമാകുന്ന തലത്തിലേക്ക് വരുമ്പോൾ ദേവി എന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആന്തരിക ചൈതന്യമാണ്. ഈ ശരീരത്തിൽ നിന്ന് ചിത്ശക്തിയായിരിക്കുന്ന ദേവി വിട്ടുപോകുമ്പോഴാണ് ഈ ശരീരത്തെ നമ്മൾ കത്തിച്ചു കളയുന്നത് അല്ലെ. പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പൊ ഈ ശരീരം ശ്രീചക്രമായിട്ട് ശോഭിക്കുന്നത് എപ്പോഴാ? നമ്മുടെ ആത്മാവായിരിക്കുന്ന ദേവി ഈ ശരീരത്തിലുള്ളിടത്തോളം കാലമാണ്. അപ്പൊ നമ്മുടെ ആന്തരിക ചൈതന്യമായിട്ട് ചിത് ശക്തിയായിട്ട്, ചക്രങ്ങൾ എന്നാല് ശരീരത്തിലെ ഷഡ്ചക്രങ്ങളെ എടുക്കണം. ഈ രഥം, നമ്മുടെ ശരീരമാകുന്ന ശ്രീചക്രരഥം മനുഷ്യ ശരീരമാണെന്ന് നമ്മൾ കാണണം അല്ലെ. ശ്രീചക്രം, മനുഷ്യ ശരീരത്തെ നമ്മൾ ശരീരം ശ്രീചക്രം, ജീവൻ ജീവോ ദേവ സദാശിവ, തെക്വാ തജ്ഞാന നിർമാല്യം സോഹം ഭാവേത് പൂജേത് എന്ന് പറയാറുണ്ട് അല്ലെ. നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് ഈ ശരീരം വേറെയാണ്, ദേവി വേറെയാണ് അല്ലെ, ഇതിലിരിക്കുന്ന ആത്മാവ് വേറെയാണെന്ന് തോന്നുന്നത്. നമ്മൾ പൂജ എന്താ? സോഹം, സഹ അഹം, ഇതിനകത്തിരിക്കുന്ന ഈശ്വരനും ഞാനും വേറെയല്ല, ഞാൻ ഈശ്വരൻ തന്നെയാണെന്നുള്ള ആ തത്വത്തെ കൊണ്ടുവരുന്നതിനാണ് ഈ പറയുന്ന പഞ്ചോപചാര ഭൂമി ജല അഗ്നി ആകാശങ്ങളാകുന്ന പഞ്ചഭൂതങ്ങളെ പഞ്ചതന്മാത്രകൾ കൊണ്ട് നിർമ്മിച്ച ഈ ശരീരം, ആ പഞ്ചഭൂതങ്ങൾക്ക് പഞ്ചോപചാരങ്ങൾ കൊടുക്കുമ്പോൾ ശരീരത്തെ ഈ പറയുന്ന എല്ലാറ്റിനെയും നമ്മൾ ആത്മാവായിരിക്കുന്ന ദേവിക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ പിന്നെ എന്താ ബാക്കിയുള്ളത്? ആത്മാവായിരിക്കുന്ന അമ്മ മാത്രമാണ് അല്ലേ. അപ്പോ ഈ ശരീരം എന്ന് പറയുന്ന ഈ ശ്രീചക്രത്തിന്റെ ആന്തരിക ചൈതന്യമായിരിക്കുന്നത് ദേവിയാണ്. ഈ രഥം, മനുഷ്യ ശരീരം, കഠോപനിഷത്തിലെ രഥകൽപ്പന നല്ലപോലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ സാക്ഷാൽ ത്രിപുര സുന്ദരി തന്റെ മന്ത്രിമാരും യോദ്ധാക്കളായിരിക്കുന്ന തന്റെ ശക്തി ദേവതമാരും ചേർന്ന് സദാ ഈ ശ്രീചക്രത്തിൽ, ഈ ശരീരമാകുന്ന ശ്രീചക്രത്തില് വിരാജിക്കുന്നു. നമ്മുടെ ചിത്തം പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരം എന്ന ഉപാധിയിലൂടെയാണ് അല്ലെ. ആവശ്യമാകുമ്പോൾ ശരീരത്തെ സജ്ജമാക്കി ചിത്തം മുന്നേറുന്നു. ഈ ചിത്തത്തിന്റെ ഉദ്ദേശം എന്താണ്? ഈ ചിത്തം ശരിക്കും പറഞ്ഞാല്
ഈ ശരീരമായിരിക്കുന്ന ചക്രരാജ്യത്തിനും നന്മ വരണമെങ്കിൽ എന്ത് വേണം? ചിത്തത്തിൽ സദ്വാസനകൾ ഉണ്ടായിരിക്കണം. ചിത്തത്താൽ പ്രേരിതമാണ്. അതുകൊണ്ടാണ് ചിത്തശുദ്ധിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ചിത്തത്തിലിരിക്കുന്ന വാസന പ്രേരിതമായിട്ടാണ് ഈ രഥം ഓടുന്നത്, ഇല്ലേ? അപ്പൊ സത്ചിന്തകള്, സത്കർമ്മങ്ങള്, ഇതെല്ലാം തന്നെ ദേവി ഇരിക്കുന്ന ഈ രഥത്തെ നമ്മളെ നന്നായിട്ട് കൊണ്ടുപോകാൻ നമ്മളെ അനുഗ്രഹിക്കും, സാധിക്കും. അപ്പോ ഈ പറയുന്ന എന്താ പറയാ നന്മ മാത്രം, ഈ ചിത്തത്തിന്റെ ഉദ്ദേശം നന്മ മാത്രമാണെങ്കിൽ ചക്രരാജ്യത്തിന് അത് ആ നന്മ വരുള്ളൂ. അപ്പൊ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇത് ശിവശക്തി സ്വരൂപമാണ് ഈ ശരീരം. ശിവമാകുന്ന ആന്തരിക ചൈതന്യം ചക്രരാജമാകുന്ന ശിവയെ നികേതനമാക്കി വച്ചിരിക്കുന്നു. അപ്പൊ ശിവം ശക്തിയിലും ശക്തി ശരീരത്തിലുമാണ് ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ ശക്തിയുടെ മധ്യത്തില് ആ ശക്തിയുടെ മാധ്യമത്തിലൂടെ നമ്മള് ആ ഒരു ശിവനെ തന്നെയാണ് സദാ പൂജിക്കുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ജീവോ ദേവ സദാശിവ എന്ന് പറയുന്നത്. സദാശിവ, ശിവദേവി തന്നെയാണ് ശിവൻ, ശിവൻ തന്നെയാണ് ദേവി. അപ്പോ ശിവന്റെ കണ്ണാടി ശക്തി മാത്രമാണ്. ഇപ്പൊ സുദർശന ചക്രത്തിന്റെ പ്രസക്തി ഈ തരുണത്തിലാണ് ചക്രരാജൻ എന്നതിനെ സുദർശനമായിട്ടും പറയാറുണ്ട്. ഇപ്പൊ സുദർശനം എന്ന് പറഞ്ഞാൽ സുദർശനം, അതായത് നല്ലതായിട്ടുള്ള ദർശനം, ക്ലാരിറ്റി ഓഫ് വിഷൻ. ഇതിനെയാണ് ആത്മദർശനം എന്ന് പറയുന്നത്. സ്വദർശനം, അതിനെയാണ് നമ്മൾ സുദർശനമായിട്ട് പരിണമിച്ചിരിക്കുന്നത്. ഏതൊന്നിന്റെയും നന്മ കാണുക, ഏതൊന്നിലും നന്മ കാണിക്കുക, ഇതാണ് സുദർശന ചക്രത്തിന്റെ അടിസ്ഥാന തത്വം. മഹാവിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രം ശ്രദ്ധിച്ചാല് അത് ഭഗവാൻ പ്രയോഗിക്കുമ്പോൾ വ്യക്തികളുടെ ശിരസ് മാത്രമാണ് വെട്ടിമാറ്റുന്നത്, അല്ലെ? ഇപ്പൊ ദേവിയുടെ ശരീരത്തെ 51 കഷ്ണങ്ങളാക്കിയതും സുദർശന ചക്രം കൊണ്ടാണ്. അതുകൊണ്ടാണ് അതൊക്കെ പീഠങ്ങളായിട്ട് തീർന്നത്. ഇപ്പൊ ഭഗവാൻ സാധാരണ ഒരാളുടെ മുറിക്കുമ്പോ തല, അല്ലെ, ശിരസാണ് വെട്ടിമാറ്റുന്നത്. വ്യക്തിയുടെ അഹങ്കാരമാകുന്ന ഞാൻ എന്നുള്ള ഭാവത്തെയാണ് ഭഗവാൻ അവിടെ നീക്കി കളയണത്. രുക്മിണിയുടെ സഹോദരനായിരിക്കുന്ന രുക്മിണിയുടെ തല മുണ്ടനം ചെയ്യുകയായിരുന്നു ഈ ചക്രം. അപ്പൊ അങ്ങനെ ദർപ്പത്തെ അടക്കി ആസുരിക ശക്തികളിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ സാധിക്കുന്നു കാണിച്ചു തരുന്നതാണ് സുദർശനം. ഇങ്ങനെയുള്ള സുദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ചക്രരാജ രഥത്തിലാണ് ആരൂഢയായിട്ടിരിക്കുന്നത്. ഈ സുദർശന ചക്രത്തിന്റെ കഥ നോക്കുകയാണെങ്കിൽ ഈ സുദർശന ചക്രം മഹാവിഷ്ണുവിന് നൽകുന്നത് സാക്ഷാൽ ജഗദംബികയായിരിക്കുന്ന ദേവിയാണ്. യുഗാദിയില് അസുരന്മാരെ അടക്കുവാനായിട്ട് മഹാവിഷ്ണു പരാശക്തിയെ തപസ് ചെയ്യാൻ തുടങ്ങിയെന്നും കഠിനമായ തപസ്സിനൊടുവിൽ ഒരു ദിവസം സംപ്രീതയായിട്ട് മഹാവിഷ്ണുവിന്റെ മുമ്പില് ശിവശക്തി സ്വരൂപത്തില് പ്രത്യക്ഷമായി എന്നും അങ്ങനെ അസുര സംഹാരത്തിനായിട്ട് ദേവി തന്നെ സമ്മാനിച്ചതാണ് അതിവിശിഷ്ടമായിരിക്കുന്ന സുദർശന ചക്രം. ആയുധങ്ങളിൽ വെച്ച് സുദർശന ചക്രത്തിന് മേലെ വേറൊരു ആയുധവും ഇല്ല എന്ന് പറയാറുണ്ട്. ഈ സുദർശനം മഹാവിഷ്ണുവിന് കൊടുത്തത് ഒരു പരീക്ഷണത്തിന് ശേഷമായിരുന്നു. മഹാദേവന്റെ 1000 നാമങ്ങള് ഓരോ താമരപ്പൂക്കൾ അർച്ചിച്ചുകൊണ്ട് പൂജ ചെയ്യുകയായിരുന്നു മഹാവിഷ്ണു. അവസാനത്തെ നാമത്തിന് അർച്ചിക്കാൻ ഒരു പുഷ്പമില്ലാതായി. അങ്ങനെ ഒരു ഞെട്ടലോടെ ഭഗവാൻ അത് തിരിച്ചറിഞ്ഞു. ഭഗവാന് വളരെയധികം ദുഃഖമായി. താനിനി ഒരു പുഷ്പത്തിന് പുറപ്പെട്ടാൽ യജ്ഞത്തിന് വിഘ്നം വരും, തപസ് വിഫലമായി പോകും. ഇതികർത്തവ്യ മൂഢനായി നിന്ന ഭഗവാനെ വിളിച്ച മഹാവിഷ്ണു ഒരു അശരീരി കേട്ടു. കമലനയനായിരിക്കുന്ന അല്ലയോ വിഷ്ണു, അങ്ങയുടെ കണ്ണിൽ തന്നെ ഉണ്ടല്ലോ ഒരു താമര പുഷ്പം എന്നത്. ഉടനെ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ മഹാവിഷ്ണു കാര്യം മനസ്സിലാവുകയും തന്റെ കമല നയനങ്ങളിൽ ഒന്ന് അർച്ചിക്കണം, ഇതാണ് ഭഗവാന്റെ ആഗ്രഹം എന്ന് തിരിച്ചറിയുകയും ചെയ്യുകയും ഒട്ടും സംശയിച്ചില്ല. തന്റെ മിഴികളിലെ ഒരെണ്ണത്തിനെ വാൾ കൊണ്ടുപോയപ്പോൾ തന്നെ ശിവശക്തികൾ അവിടെ പ്രത്യക്ഷമായി എന്നും പറയണു. സുദർശനമുള്ള വിഷ്ണുവിന് അത്യുന്നതമായിരിക്കുന്ന സുദർശന ചക്രത്തെ സമ്മാനിക്കുകയാണ് അവര്. അത് ആത്മദർശനത്തിന്റെ ബിംബസ്വരൂപം തന്നെയാണ്. മഹാവിഷ്ണുവിന്റെ വലത്തെ കൈയിലെ ചൂണ്ടുവിരലിൽ അത് വിരാജിക്കുന്ന സുദർശന ചക്രം എല്ലാം നമുക്ക് എന്താ പറയാ, സുദർശനം കൊണ്ട് നമുക്ക് ആ ഒരു എല്ലാത്തിനും വ്യക്തമായിരിക്കുന്ന ഒരു ബോധതലം നമ്മളിൽ ഉണരണു. അപ്പൊ മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രണത്തിലാക്കിയവൾ, തന്റെ മനസ്സും ശരീരവുമാണ് തന്റെ സാമ്രാജ്യം, അല്ലെ? അവിടെ ആ നിയന്ത്രണമില്ലെങ്കിൽ പുറത്ത് വേറെ ഒന്നിനും നിയന്ത്രിക്കാൻ സാധ്യമല്ല. അപ്പൊ അത്തരക്കാർക്ക് മാത്രമേ ലൗകികതയുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ശരീരത്തിലെ സഹസ്രാരമാണ് ശ്രീചക്രം എന്ന് പറയാറുണ്ട്. തന്റെ 6 ആധാരചക്രങ്ങളെയും ഭേദിച്ച് സഹസ്രാരത്തിലെത്തുന്ന കുണ്ടലിനി ശക്തി അവിടെ ഇരിക്കുന്ന കൈലാസവാസിയായിരിക്കുന്ന ശിവനുമായിട്ട് യോജിച്ച് സഹസ്രാരം എന്ന് പറയുന്ന സ്ഥലം അത് ക്രിയാത്മകമാക്കുമ്പോഴാണ് സാധകനിലെ ശാരീരികമായും മാനസികമായുമായിട്ടുള്ള കഴിവുകൾ
ശക്തികൾ ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ സിദ്ധികൾ എന്ന് പറയുന്നത്. ഈ സിദ്ധികൾ സാധകനെ തന്റെ ചുറ്റുപാടുകൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിനെ ദുർവിനിയോഗം ചെയ്യുന്നവർക്ക് ആത്മീയ തലത്തിൽ നിന്നും പതനം സംഭവിക്കുന്നു. ഇനി ദേവിയുടെ മന്ത്രിമാർ, യോഗിനികൾ എന്നൊക്കെ പറയുന്ന ആ ഒരു, ശരിക്കും പറഞ്ഞാൽ ഇതിനെ പല വിവിധ തരത്തിലുള്ള ഒരു ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മൾ പറയുന്നത്. ദേവിയുടെ മന്ത്രിമാര്, യോഗിനികള്, ഇല്ലേ, ദ്വാരപാലകരെന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോധതലത്തിന്റെ വിവിധ തലങ്ങളാണ്. ഇതിനെ ഒരു നികേതനമായിട്ട് കാണും. നികേതനം എന്ന് പറഞ്ഞാൽ ഒരു വാസസ്ഥാനം. അപ്പൊ മനസ്സിനെയാണ് ആദ്യം നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടത്, ഇല്ലേ? അപ്പൊ ഈ മനോനിയന്ത്രണം കുണ്ടലിനി സഹസ്രാരത്തിലെത്തുമ്പോൾ സംഭവിച്ചിരിക്കും. ഇപ്പൊ പൗർണമി ദിവസങ്ങളിലെ ധ്യാനം ഈ കുണ്ടലിനിയെ ഉപാസനയ്ക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമവും രഹസ്യാർത്ഥങ്ങളില്ല, എല്ലാത്തിലും രഹസ്യ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് എന്താ പറയാ, ഇതെല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം പല കാരണങ്ങൾ കൊണ്ടാണ്. ഇതുകൊണ്ടാണ് അതെല്ലാം മറഞ്ഞിരിക്കുന്ന നിധികളാണ് ഓരോ നാമവും. ഈ 1000 നാമങ്ങളും നമ്മുടെ കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ തക്കതാണ്. കാരണം ഇതെല്ലാം അമ്മയെക്കുറിച്ചുള്ള രഹസ്യ അറിവുകളാണ് നമുക്ക് തരുന്നത്. അപ്പോ ചക്രരാജ നികേതന, ആ ഒരു ചക്രരാജരഥത്തിൽ ഇരിക്കുന്ന ദേവി ആരാണ്? പാർവതി പത്മനയന. പാർവതി എന്ന് പറഞ്ഞാൽ പർവ്വതരാജന്റെ, ഹിമവാന്റെ മകൾ, അല്ലെ? പത്മനയന, താമര കണ്ണോട് കൂടിയവൾ, പത്മരാഗ സമപ്രഭ, പത്മരാഗ രത്നത്തിന് തുല്യമായിട്ടുള്ളവൾ. 248 നാമങ്ങൾ ആണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ പാർവതി നമ്മൾ കണ്ടു. പാർവതി എന്നുള്ള നാമത്തിന് ഹിമവാൻ, പർവ്വതപുത്രിയാണ് ദേവി. പാർവതിയാണ്. താമര ഇതള് പോലെ കണ്ണുകളോട് കൂടിയവളാണ് ദേവി. പത്മരാഗത്തിന്റെ പ്രഭയ്ക്ക് തുല്യമായിരിക്കുന്ന പ്രഭയോടുകൂടി, പത്മരാഗം എന്ന് പറഞ്ഞാല് നവരത്നങ്ങളിൽ ഒന്നാണ്. ചെന്താമരയുടെ നിറമുള്ളതാണ് പത്മരാഗം. ആ ഒരു പത്മത്തിന്റെ രാഗത്തോട്, അതായത് താമരയുടെ ചുവപ്പ് നിറത്തോട് സമാനമായിട്ടുള്ള പ്രഭയുള്ളവൾ എന്ന് വ്യാഖ്യാനം. ശരിക്കും പറഞ്ഞാല് ദേവിയുടെ ശരീരകാന്തി ആണ് ഇവിടെ വർണ്ണിക്കപ്പെടുന്നത്. കാരണം ആ ഒരു പാടലത, ദേവിയുടെ ആ ശരീര വർണ്ണനകളിൽ അധികവും നമ്മൾ സിന്ദൂരാരുണ വിഗ്രഹം, അവിടെ തുടങ്ങുന്നു ദേവിയുടെ ഈ ചുവപ്പ് നിറം, ഇല്ലേ? അപ്പൊ ആ ഒരു വർണ്ണവിശേഷം അത് വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുകയാണ് പത്മരാഗ സമപ്രഭ. അപ്പോ ഹിമവാന്റെ പുത്രിയും ശിവന്റെ പത്നിയുമായിരിക്കുന്ന പാർവതി, പർവ്വതത്തിൽ നിന്നുള്ള ശക്തിയാണ് പാർവതി എന്ന് പറയുന്നത്. പർവ്വതം എന്നാല് ആ ഒരു എന്താ പറയാ, ബാഹുല്യം, സംഖ്യ, ഉന്നതി എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. സ്വദർശനമുള്ളവർ, തങ്ങളെ അറിഞ്ഞവർ, ഭൂമിയുടെ ഗന്ധമായിട്ട് മാറുകയാണ്. സത്കർമ്മങ്ങള് അവരെ തേടി കണ്ടെത്തി ചെയ്യുന്നു. ആ കർമ്മങ്ങളില് അവര് പ്രശംസയോ ആദരവോ കാക്ഷിക്കുന്നില്ല. തന്നെ പോലെ തന്നെ അപരനെയും കാണുന്ന വ്യക്തി സത്കർമ്മങ്ങളിൽ മാത്രമാണ് ഏർപ്പെടുന്നത്. അങ്ങനെയുള്ള വ്യക്തിയെ പാർവതി എന്ന് പറയാം. അപ്പൊ ഏതൊന്നിലും കാണുന്ന ശക്തി പാർവതിയാണെന്ന് പറയാറുണ്ട്. കുണ്ടലിനി യോഗത്തിൽ പറയുന്നുണ്ട് എല്ലാം പാർവതി ശക്തിയാണെന്ന്. അപ്പൊ ജഡാവസ്ഥ എന്നത് പർവ്വതങ്ങളുടെ സ്ഥായിയായിട്ടുള്ള ഭാവമാണ്, അല്ലേ? കാരണം നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പർവ്വതങ്ങളിൽ നിന്നാണ്. അപ്പൊ സസ്യങ്ങൾ വളരുന്നു, ഇതെല്ലാം പർവ്വതത്തിന്റെ ശക്തി പ്രഭാവമായിട്ട് പറയാം. അതിനാൽ പാർവതി, ഇതുകൊണ്ടാണ് ഭൂമിയില് ജീവജാലങ്ങൾ വൃദ്ധി ഉണ്ടാകുന്നത്. അപ്പൊ ജീവജാലങ്ങളിൽ ഉയർന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അവൻ പാർവതിയെ, അതായത് കുണ്ടലിനിയായിട്ട് ഉണർത്തുമ്പോൾ മനുഷ്യ ശരീരത്തിലെ സൃഷ്ടി ചൈതന്യം ഉടലെടുക്കുന്നു. ബാഹുല്യം എന്ന അർത്ഥം നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് എന്തും പാർവതിയാണ്. നദി, കാറ്റ്, അഗ്നി എല്ലാം തന്നെ ദേവിയുടെ ശക്തികളാണ്, ഇല്ലേ? അപ്പൊ ജലത്തെ ആരാധിക്കുമ്പോൾ സ്വശക്തിയാണ് ആരാധിക്കുന്നത്. അപ്പൊ ദ്രൗപദി എന്നാല് പാർവതി തന്നെയാണ്. മണ്ണിന്റെ മകൾ, പാർവതി പുത്രി എന്നൊക്കെയാണ് ദ്രൗപദി എന്ന് പറഞ്ഞാൽ അർത്ഥം. അതിന് കാരണം ദ്രുമം എന്ന വാക്കിന് മരം എന്നുള്ള ഒരു അർത്ഥമുണ്ട്. മരത്തിന്റെ പദഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ. അപ്പം ആ ഒരു മണ്ണാണ് ദ്രുപദന്റെ മകൾ, അതായത് നദിയും വൃക്ഷവുമാകാം. അപ്പൊ ദ്രുപദൻ എന്നാല് പർവ്വതം. അപ്പൊ ദ്രുപദപുത്രി ദ്രൗപദി. ഇനി സതീ വിയോഗത്തിന് ശേഷം കഠിന തപസ്സിലായിരിക്കുന്ന മഹാദേവനെ ഉണർത്തി ദേവീ സമേതനാക്കാൻ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാര് കഠിന തപസ് ചെയ്തുവെന്നും അവരുടെ മുൻപിലെ ജഗദംബിക മനോഹരിയായിരിക്കുന്ന ഒരു കുമാരി സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും ഇത് കണ്ട ത്രിമൂർത്തികൾ അമ്പരന്നിരുന്നപ്പോ ദേവി പറഞ്ഞു, ഞാൻ എപ്പോ ഹിമവാന്റെ പുത്രിയായ പാർവതിയായി അവതാരം കൊള്ളുന്നുവോ അപ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ശിവപദം എന്ന് പറയുന്നത്. അത് പൂർണ്ണ
അത് പൂർണ്ണ അവതാരവുമായിരിക്കും. അങ്ങനെ ശൈലപുത്രിയായിട്ട് ഹിമവാന്റെ ഭാവനാപുത്രിയായിട്ട് പാർവതി അവതരിച്ചു എന്ന് പറയുന്നു. ശിവനായി തപസ് ചെയ്യണമെന്ന ഇച്ഛയെ തന്റെ എന്താ പറയാ ജീവിത ലക്ഷ്യം പോലെ ഉറപ്പിച്ച ദേവി, അങ്ങനെ പാർവതി എന്നുള്ള നാമം കൈക്കൊണ്ട ദേവി ജഡാവസ്ഥയിലിരുന്ന മഹാദേവനുമായിട്ട് ചേർന്നപ്പോഴാണ് ജാഗ്രത് സ്വരൂപമായിട്ട് തീർന്നത്. ഏതൊരാളിലും ജാഗ്രത എന്ന അവസ്ഥ പാർവതിയാണ്. ഇത് അറിയുന്ന സാധകൻ ആന്തരിക സുഗന്ധമുള്ളവനായിട്ട് തീരുന്നു. ആ ദേവി പത്മനയന, പത്മത്തെ പോലെ നയനമുള്ളതാരോ ആ ശക്തി. ഇപ്പം ദേവിയുടെ കണ്ണുകള് താമരപ്പൂ പോലെയാണെന്ന് പറയുന്നു. ദേവിയെ സദാ പത്മരാഗം എന്ന് പറയുന്ന ആ ഉയർന്ന റൂബി, പത്മരാഗം എന്ന് പറഞ്ഞാൽ റൂബി എന്ന് പറയുന്ന കല്ലാണ്, അതിനോട് സാമ്യപ്പെടുത്താറുണ്ട്. വളരെ ആഴത്തിലുള്ള ചുവന്ന രത്നമാണ് പത്മരാഗം. ഇല്ലെങ്കിൽ ദേവിയെ ചുവന്ന താമരയോടാണ് എപ്പോഴും നമ്മള് എന്താ പറയാ താരതമ്യപ്പെടുത്തി കണ്ടിട്ടുള്ളത്. ഇപ്പൊ പത്മം, താമര, രാഗമെന്ന ചുവപ്പ്, പ്രഭ എന്ന് പറഞ്ഞ പ്രകാശം. ഇപ്പൊ തുലനം ചെയ്യാനാകാത്ത കാന്തി, അതായത് പ്രകാശ സ്വരൂപിണിയായിട്ടിരിക്കുന്നവൾ, അതിവിശാലമായിരിക്കുന്ന അനവധി അർത്ഥതലങ്ങൾ ഈ നാമത്തിനുണ്ട്. താമരപ്പൂ പോലുള്ള നയനങ്ങളെ സൂക്ഷിച്ചവൾ, സഹസ്രാരാംബുജാരൂഢ. ദേവിയുടെ സൂക്ഷ്മതരമായിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുണ്ടലിനി ചുവന്ന നിറമാണ്. നട്ടലിന്റെ താഴെയുള്ള ചക്രത്തില് ആ മൂലാധാരത്തിൽ നിന്ന് ഉയരുമ്പോൾ അതിന് ചുവപ്പ് നിറം കുറയുന്നുണ്ട്. സഹസ്രാര പത്മത്തിലെ ശിവനുമായിട്ട് സംയോജിക്കുമ്പോൾ നിറമില്ലാതായി തീരുന്നു. സർവാവസ്ഥ വിവർജിത. ഇപ്പൊ സർവാവസ്ഥ വിവർജിത എന്നുള്ള തലത്തിൽ നോക്കുമ്പോൾ സാധകന്റെ അവസ്ഥയാണ് അവിടെ പറയുന്നത്. മാത്രമല്ല ശരിക്കും പറഞ്ഞ ആബ്സല്യൂട്ട് ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ, പൂർണ്ണമായിരിക്കുന്ന ബോധമുണർന്ന തലം. ബ്ലിസ്ഫുൾ എന്ന് പറയുമ്പോൾ ഉണർന്നോ നമുക്ക് പറയാൻ പറ്റില്ല, അനുഗ്രഹമായിരിക്കുന്ന അല്ലെ, തന്നെ ശരീരബോധം വിട്ട അവസ്ഥ. 248 നാമത്തോടെ ദേവിയുടെ സഗുണ വർണ്ണന ഇവിടെ കഴിയുകയാണ്. 249 മുതല് ദേവിയുടെ പഞ്ചകൃത്യങ്ങളാണ് പറയപ്പെടുന്നത്. ഇപ്പൊ ബ്രഹ്മത്തിന്റെ ആദ്യ കൃത്യം സൃഷ്ടിയാണ്, സൃഷ്ടി പ്രക്രിയയാണ്. രണ്ടാമത്തെ സ്ഥിതി, മൂന്നാമത്തത് സംഹാരം അഥവാ വ്യക്തി ശരീര മാറ്റം, നാലാമതായിട്ട് തിരോധാനം അല്ലെ. അപ്പോ ടോട്ടൽ അനിഹിലേഷൻ ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ ഡിസപ്പിയറൻസ് ഓഫ് ദ യൂണിവേഴ്സ് എന്നൊക്കെ പറയാം. അഞ്ചാമതായിട്ട് അനുഗ്രഹം എന്ന് പറയുന്ന പുനർസൃഷ്ടി, റീക്രിയേഷൻ. ഇപ്പൊ നാമരൂപങ്ങളുടെ എന്താ പറയാ പ്രക്രിയ. ഇപ്പൊ നാമം 249 മുതൽ 340 വരെ പഞ്ചബ്രഹ്മ സ്വരൂപ വർണ്ണനയാണ് ഇനി വരാൻ പോകുന്നത്. ഇനി പത്മനയനയായിരിക്കുന്ന ദേവിയുടെ നയനങ്ങളില് ലൗകിക കാമനകൾ ഒന്നും തന്നെ ഇല്ല. ദേവി ഉപാസകന്മാര് ഇങ്ങനെ ആയിരിക്കണം, സത്കർമ്മങ്ങൾ ചെയ്ത് സദാ ആർദ്രമായ കണ്ണുകളോട് കൂടിയവൾ. മനുഷ്യന്റെ പ്രധാന ജ്ഞാനേന്ദ്രിയമാണ് കണ്ണുകൾ അല്ലേ. നയനം സർവ ഇന്ദ്രിയാണാൽ പ്രധാനം. മനുഷ്യന്റെ ആശാപാശങ്ങളെല്ലാം കണ്ണുകളിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. അങ്ങനെ ലൗകികതയെ മുളയിലെ നുള്ളിക്കളയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് യോഗികളായിട്ട് തീരാൻ പറ്റുള്ളൂ. ഇപ്പൊ സാധാരണ മനുഷ്യ സഹജമാണ് ബാക്കിയുള്ളതെല്ലാം അല്ലെ. ഇനി ശക്തി സാധകൻ സാധനയില് സാധാരണത്വത്തിൽ നിന്ന് അസാധാരണത്വത്തിലേക്ക് ഉയരുന്നു. കാരണം എങ്ങനെയാ? സകല ചരാചരങ്ങളെയും സമദൃഷ്ടിയോടെ വീക്ഷിക്കുന്നതിലൂടെ. കാരണം എല്ലാവരുടെ ഉള്ളിലും അമ്മയാണെങ്കിൽ എല്ലാരെയും ഒരുപോലെ കാണാൻ പറ്റുള്ളൂ ഇല്ലേ. ആ നയനങ്ങള് ജ്ഞാനത്തിന്റെ ഉത്തുംഗതയിലാണ് വിരാജിക്കുന്നതെന്ന് പറയാം. അമ്മയുടെ കണ്ണുകള് എങ്ങനെയാ എല്ലാവരോടും കരുണയായിട്ടിരിക്കുന്നത്? അമ്മയ്ക്ക് അങ്ങനെ വ്യത്യാസമില്ല, തന്റെ മക്കളെല്ലാം ഒരുപോലെ തന്നെയാണ്. ഇപ്പൊ താമര എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യപ്രകാശമാകുന്ന പരമജ്ഞാനത്തിൽ വിടരുകയും അല്ലാത്തപ്പോ കൂമ്പുകയും ചെയ്യുന്നതാണ് അല്ലെ. ഇപ്പൊ പത്മനയനങ്ങളായിരിക്കുന്ന ദേവി ഉള്ളിടത്ത് അജ്ഞാനമാകുന്ന ഇരുട്ടിന് സാധ്യതയില്ല അല്ലെ. അവിദ്യാനാം അന്തസ്തിമിര മിഹിര ദ്വീപനഗരി. തന്റെ ഉള്ളിലുള്ള അന്തസ്തിമിരം, ഇരുട്ടിനെ മാറ്റുന്നത്, അവിടെ പ്രകാശ നഗരിയാണ് അമ്മ ഇരിക്കുന്ന സ്ഥലം. അപ്പൊ തന്റെ ചുറ്റുമുള്ള ചെളിയും അഴുക്കും ഒന്നും തന്നിൽ സാംശീകരിക്കാത്തത് കൊണ്ട് താമരപ്പൂവിനെ മറ്റു പൂക്കളുടെ രാജ്ഞി എന്ന് പറയാറുണ്ട് നമ്മള്. മനുഷ്യന് ഇതുപോലെ ധ്യാനവും യോഗയും ഒക്കെ പരിശീലിച്ച് തന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഉയരണം. എങ്കിൽ മാത്രമേ ഇതൊന്നും നമ്മുടെ മനസ്സിനെ സ്പർശിക്കുവാൻ പോലും ഇടവരുത്താതെ ഉയർന്ന തലത്തിലേക്ക് ഉയരണം. ഇതെല്ലാ ദേവീ ഭക്തർക്കും പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. തുളസി കവചത്തിൽ സാധകൻ തുളസി ദേവിയോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്:
ശിരസ് തുലനമില്ലാതെയും നെറ്റിത്തടം കീർത്തിയോടുകൂടിയും ദൃഷ്ടികൾ താമര പോലെയും ശ്രവണങ്ങളിൽ ശ്രീയും എന്റെ ഘ്രാണശക്തി സുഗന്ധപൂരിതവും മുഖം കണ്ണാടി പോലെയും നാക്ക് സദാ ശുഭമോദിക്കൊണ്ടും കഴുത്ത് വിദ്യയായിട്ടും ഓരോ അംഗങ്ങളെയും യുക്തമായ ധർമ്മങ്ങളൂടെ കാക്കുവാൻ അല്ലയോ തുളസീദേവി അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും. ഇങ്ങനെ അപേക്ഷിക്കുകയാണ് സാധകൻ. തുളസീദേവി ആരാ? നമ്മുടെ സാക്ഷാൽ മഹാമായ തന്നെയാണ് ഇല്ലേ? ഈ ശ്ലോകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സാക്ഷാൽ മഹാദേവനാണ്. അപ്പോ തന്നെ ശിവമഹാത്മ്യമാണ്, എത്ര ഔന്നത്യമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എത്ര ഉന്നതമായ ഒരു സ്തോത്രമാണെന്നുള്ളത്. ഒരു വ്യക്തി ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നാണ് ഇത് പറഞ്ഞു തരുന്നത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും കണ്ണുകൾ ദേവിയുടേതാണ്. സഹസ്രാക്ഷിയാണ് ദേവി. ദേവിയുടെ അംശമല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. ഇനി കുബേരന്റെ നിധികളിൽ ഒന്നാണ് പത്മ. നവനിധികളിൽ പ്രാധാന്യമുള്ള ഒന്നാമത്തെ നിധിയാണ് പത്മം. പത്മം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു നിധികള് അതിന്റെ കൂടെ വരുന്നുള്ളൂ. ശുദ്ധിയാണ് പത്മം പ്രതിനിധീകരിക്കുന്നത്. ആന്തരിക ശുദ്ധിയിലൂടെ മാത്രമേ മറ്റു ശുദ്ധികള് നമ്മളോട് ചേരുകയുള്ളൂ എന്ന് തത്വം. ഇപ്പൊ ചിഷ്ടയായ ഉപാസന കൊണ്ട് മാത്രമേ ആ ആന്തരിക ശുദ്ധി ഉണ്ടാകുന്നുള്ളൂ. ആന്തരിക ശുദ്ധിയെ തിരിച്ചറിഞ്ഞാലേ പത്മത്തിന് ശുദ്ധ വരുന്നുള്ളൂ. ഇങ്ങനെ നമ്മള് എന്താ പറയാ 248 നാമത്തിലൂടെ 248ാമത് നാമത്തിലൂടെ ദേവിയുടെ സഗുണ ഉപാസന. ദേവിയെ എങ്ങനെയാണ് നമ്മൾ സഗുണമായിട്ട് ഗുണങ്ങളോടുകൂടി ഇല്ലേ? ദേവി സത്വരജസ് തമോ ഗുണങ്ങളോടുകൂടി ത്രിഗുണാത്മികയായിട്ട് അമ്മ അവതരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ആ ത്രിഗുണാത്മികളാണ് നമ്മളെല്ലാം. മനുഷ്യർക്കെല്ലാം 3 ഗുണങ്ങള് വളരെ പ്രാധാന്യം. അവർക്ക് തുരീയം അറിയില്ല. ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥ മാത്രമേ അറിയുള്ളൂ. അതിനും കടന്നുള്ള രൂപത്തിലിരിക്കുന്ന നിഷ്കലയായ തുരീയാവസ്ഥയിൽ തുര്യാതീതയായിട്ടിരിക്കുന്ന വർത്തിക്കുന്ന ദേവി ഗുണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വന്നത് എന്തിനാ? തന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അങ്ങനെ ദേവിയുടെ വളരെ പ്രധാനപ്പെട്ട എന്താ പറയാ നാമങ്ങളായിരിക്കുന്ന സഗുണം, നമുക്ക് നിർഗുണം കണ്ടു, സഗുണം കണ്ടു. ഇനി അമ്മയുടെ പഞ്ചബ്രഹ്മ സ്വരൂപം. പഞ്ചബ്രഹ്മ സ്വരൂപം നമുക്കറിയാം. സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം. 5 രൂപത്തില് 5 ദേവതകളെ സൃഷ്ടിച്ചുകൊണ്ട് അവരിലൂടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് തന്നിലേക്ക് എങ്ങനെയാണ് ലയിപ്പിക്കുന്നത്? എന്താണ് പഞ്ചബ്രഹ്മത്തിന്റെ പ്രാധാന്യം അല്ലേ? ആ ചിന്മയിയായിരിക്കണം, വിശ്വരൂപയായിട്ടിരിക്കുന്ന വിജ്ഞാനഘന രൂപിണിയായിരിക്കുന്ന ദേവി ജാഗരണിയായിട്ട് ഇല്ലേ എങ്ങനെയാണ് ഈ പറഞ്ഞ 5 പ്രവർത്തനങ്ങള് സൃഷ്ടികർത്തി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂഹിണി സംഹാരണി രുദ്രരൂപ തിരോധാനകരി ഈശ്വരി. ഇതെല്ലാം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മളെ തന്നെയാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ഭഗവതിയുടെ വിവിധ നാമരൂപങ്ങളിൽ അറിയുന്നത് കൂടി നമ്മുടെ ആത്മജ്ഞാനം, ആത്മാവായിരിക്കുന്ന ആ ഒരു സ്വത്വത്തിലേക്ക് മടങ്ങുകയാണ് നമ്മൾ ഓരോരുത്തരും ഇല്ലേ? അപ്പോ ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിന്നിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.